السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. بسم الله الرحمن الرحيم. وتعاونوا على البر والتقوى ولا تعاونوا على الإثم والعدوان. صدق الله العلي العظيم. وقال رسول الله صلى الله عليه وسلم: الإيمان بضع وسبعون شعبة أفضلها قول لا إله إلا الله وأدناها إماطة الأذى عن الطريق. صدق رسول الله الكريم. അഭിനന്ദനും ആദരണീയരുമായ ഈ പരിപാടിയുടെ അധ്യക്ഷൻ, നമ്മുടെ ഈ മഹല്ലത്തിൻ്റെ സെക്രട്ടറി ജനറൽ സയ്യിദ് APK തങ്ങൾ അവർകളെ, അഭിനന്ദനും ആദരണീയരുമായ സയ്യിദ് യഹ്യ തങ്ങൾ ജമലേലി, അഭിനന്ദനും ആദരണീയരുമായ ഈ വേദിയിൽ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ച എൻ്റെ അഭിമന്യ സുഹൃത്ത് റഹ്മാനി ഹുദവി അടക്കമുള്ള പണ്ഡിത ശ്രേഷ്ഠരെ, വേദിയിൽ സദസ്സിലും സന്നിഹിതരായ മഹൽ വ്യക്തിത്വങ്ങളെ, രക്ഷിതാക്കളെ, സഹോദര സഹോദരിമാരെ, ഉമ്മ പെങ്ങന്മാരെ, ഇസ്ലാമിൻ്റെ കാവൽ പഠനന്മാരായ യുവ സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരൽ അവൻ്റെ അടുക്കൽ സ്വാലിഹായ അമലായി നമ്മിൽ സ്വീകരിക്കട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെയും ശാരീരിക, മാനസിക, സാമ്പത്തികമായ എല്ലാ വിഷമങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല തീർത്തു തരട്ടെ. നമ്മുടെ അഖീബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. ഒരുപാട് ആളുകൾ പലവിധ വിഷമങ്ങൾ സഹിച്ചുകൊണ്ട്, പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടാണ് ജീവിതം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവിധ പ്രയാസങ്ങൾക്കും അല്ലാഹു സമാധാനം നൽകി ഇരുലോക വിജയികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും വിട പറഞ്ഞ മഹൽ വ്യക്തിത്വങ്ങൾ, വിശിഷ്യ ഈ അടുത്ത് നമ്മോട് വിട പറഞ്ഞ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ സെക്രട്ടറി ജനറൽ ആയിരുന്ന കോട്ടുമല ബാബു ഉസ്താദ്, ഇന്ന് നമ്മോട് വിട പറഞ്ഞ അഭിനന്ദരായ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ ഹമീദ് ഫൈലിയുടെ ഉമ്മ അടക്കമുള്ള എല്ലാവരുടെയും പരലോക ജീവിതം അല്ലാഹു ധന്യമാക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദീർഘമായ ഒരു ഉത്ബോധനത്തിന് മുതിരുന്നില്ല, അതിൻ്റെ സമയമാണ് ഇപ്പോൾ എന്ന് മനസ്സിലാക്കുന്നില്ല. ഇന്നലെയും ഇന്നുമായി അഭിനന്ദരായ സുന്നി യുവജന സംഘത്തിന്റെയും സമസ്ത കേരള സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷന്റെയും ഈ പ്രദേശത്തുള്ള പ്രവർത്തകർ ചേർന്നുകൊണ്ട് സ്വലാത്ത് മജ്ലിസുന്നൂർ വാർഷിക പരിപാടികൾ സംഘടിപ്പിച്ചു വന്നിരിക്കുകയാണ്. അതിന്റെ സമാപന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ അഭിനന്ദരായ ഹുദവിയുടെ പ്രഭാഷണ ശേഷം ഇനി മറ്റൊരു പ്രഭാഷണം ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. നാം ഏവരും പ്രതീക്ഷിക്കുന്നത് ദുആ ആണ്. അല്ലാഹുവിലേക്ക് ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് അശങ്കകളിലൂടെ, അപലാദികളിലൂടെ, വേവലാദികളിലൂടെയുള്ള നമ്മുടെ ജീവിതങ്ങൾ പങ്കുവെക്കാനുണ്ട്, അല്ലാഹുവിലേക്ക് സമർപ്പിക്കാനുണ്ട്. പ്രധാനമായും അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം സദസ്സുകൾ സംഘാടകർ ഒരുക്കുന്നതും എന്നുള്ളതാണ് നമ്മുടെ ഈ സദസ്സിന് ധന്യത കൂട്ടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ധന്യമായ സദസ്സിൽ ധന്യരായ നമുക്ക് വീണ്ടും ധന്യത കൈവരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്യണം. അല്ലാഹു അവന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ പറയാണ്: വതആവനു അലൽ ബിർരി വത്തഖ്വ. നിങ്ങൾ ഗുണത്തിന്റെ മേൽ സഹായിക്കണം. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം കൊണ്ട് നിങ്ങൾ പരസ്പരം ഉപദേശം നടത്തിക്കൊണ്ടുള്ള സഹായങ്ങൾ നടത്തണം. പരസ്പരം സഹായിക്കേണ്ടത് ഗുണത്തിന്റെ പേരിലാണ്.
പരസ്പരം സഹകരിക്കേണ്ടത് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ഉപദേശ നിർദ്ദേശങ്ങളിലാണ്. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, പരസ്പരം വിദ്വേഷത്തില്, ശത്രുതയില്, പോരില്, അഹന്തതയില് നിങ്ങൾ സഹായിക്കരുത്, സഹകരിക്കരുത് എന്ന് ആണയിട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മോട് ഉണർത്തുമ്പോ ഇന്ന് നമ്മുടെ നാടുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ അള്ളാഹുവിന്റെ ആ കൽപ്പന ധിക്കരിക്കുന്ന രൂപത്തിലാണോ എന്നോടത്തെത്തിയിട്ടുണ്ട്. പരസ്പരം ഗുണകരമായ കാര്യത്തിൽ നിങ്ങൾ സഹായിക്കണം, സഹകരിക്കണം എന്ന് പറയുമ്പോ ഇവിടുത്തെ സംഘടനാ പ്രവർത്തകർ സ്വലാത്ത് മജ്ലിസുൻ നൂറിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ട് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോ തീർത്തും അതൊരു സഹകരണത്തിന്റെ, ഒരു ഗുണത്തിന്റെ സഹായിക്കലാണ്. നമ്മിൽ അവശത അനുഭവിക്കുന്ന ആളുകളെ കണ്ടെത്തി അവർക്ക് SKSFന്റെ സഹചാരി സെല്ലിലൂടെയുള്ള റിലീഫ് പോലത്തെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ, അതോടൊപ്പം നമ്മുടെ സമൂഹത്തിൽ, വിശിഷ്യ സമുദായത്തിൽ അവശത അനുഭവിക്കുന്ന ആളുകളെ കണ്ടെത്തി അവർക്ക് അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് പറയും പോലെ നമ്മെ കൊണ്ട് സാധിച്ചത്, നമ്മെ കൊണ്ട് കഴിയുന്ന രൂപത്തില് നാം ചെയ്യാനുള്ള ജാഗ്രത കാണിക്കണം എന്നുള്ളൊരു പ്രചോദനമാണ് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ സംഘടനാ പ്രവർത്തകർ ലക്ഷ്യം വെക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ അങ്ങനെയാണ് ലക്ഷ്യം വെക്കേണ്ടത്. കാരണം അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അൽ ഈമാനു ബിദ്ഉൻ വസബഊന ശുഅബ, 70 ചില്ലാനം ശാഖകളാണ് പരിശുദ്ധ ഈമാനിൽ. ഈമാൻ എന്ന അചഞ്ചലമായ ആ വിശ്വാസത്തെ കുറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, 70 ചില്ലാനം ശാഖകളുള്ള ഈമാനിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നത് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്യമാണ് മുന്നിൽ നിൽക്കുന്നത്. ഉന്നതമായി നിൽക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്യമാണ് എന്ന് പറഞ്ഞിട്ട് 70ഓളം കാര്യങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരുമ്പോ വഅദ്നാഹ, അതിൽ ഏറ്റവും താഴ്ന്ന പടി, ആ 70 ചില്ലാനം ശാഖകളില് 70ാമത്തെ പടിയായി അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് ചൊല്ലാൻ മടി കാണിക്കാൻ പാടില്ല. സമയം വൈകി എന്ന് വിചാരിച്ചിട്ട് സ്വലാത്തെല്ലാം മടി ഉണ്ടാവാൻ പാടില്ല. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ ഇങ്ങോട്ട് കടന്നു വരുമ്പോ അൽഹംദുലില്ലാഹ് വളരെയധികം താല്പര്യം തോന്നി. കാരണം ഒരു ദീനിയായ സദസ്സാണ്, ദീനി ചൈതന്യമുള്ള സദസ്സാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെയൊക്കെ ആ ഒരു സാന്നിധ്യം തന്നെ അത് തെളിവാകാണ്. ഭക്ഷണം കഴിച്ച വീട്ടുകാരുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോ, അഭിനന്ദനായ റഹ്മാനിയുമായി സംസാരിച്ചപ്പോ, അഭിനന്ദനായ യഹ്യാ തങ്ങളുമായി സംസാരിച്ചപ്പോ, നിങ്ങളുടെ ഈ പരിപാടി മറ്റുള്ള ആളുകളിലേക്ക്, മറ്റു വിദേശങ്ങളിലെ രാജ്യങ്ങളിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടി ഇവിടെ ശ്രമം നടക്കുന്ന നൂറുദ്ദീൻ തങ്ങളുമായൊക്കെ ഇടപെട്ട് സംസാരിക്കുമ്പോ മനസ്സിലാക്കാൻ സാധിച്ചത് അൽഹംദുലില്ലാഹ് ദീനിയായ ഒരു സദസ്സാണ്. അതിവിടെ വന്നിട്ട് ബോധ്യപ്പെട്ടു. മാത്രമല്ല 10 വർഷക്കാലത്തോളം നിങ്ങൾക്ക് സേവനമനുഷ്ഠിച്ചിരുന്ന ഇവിടുത്തെ അഭിനന്ദനായ ഉസ്താദായിരുന്ന നാസിർ ഫൈലി കൊമ്പങ്ങല്ല് അവർകൾ എന്റെ തൊട്ടടുത്ത പ്രദേശക്കാരനാണ്. അദ്ദേഹം പോരുന്ന വഴിയിൽ ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ടപ്പോ ഇന്ന് ഇന്ന സ്ഥലത്താണ് പരിപാടി എന്നുള്ള കാര്യം, വേറെ എന്തോ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ പറയണ്ടായി, തീർത്തും ദീനിയായി 100% ദീനിയായ താല്പര്യമുള്ളവരാണ്, ദീനിയായ ചൈതന്യം നാടിൽ കാത്തുസൂക്ഷിക്കാൻ അതീവമായി ജാഗ്രത കാണിക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എന്റെ ഒരു സമ്മാനം അവർക്ക് വേണ്ടി നൽകണം, അത് നിങ്ങളുടെ പ്രഭാഷണത്തിൽ നൽകണമെന്ന്. ഞാൻ അദ്ദേഹം നൽകിയ അതേ വാക്ക് തന്നെ നൽകുകയാണ്. അസ്സലാമു അലൈക്കും എന്നുള്ള സലാമിനെ നിങ്ങളിലേക്ക് അദ്ദേഹം പകർന്നു തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എന്റെ തൊട്ടടുത്ത നാട്ടുകാരനാണ്. വരുന്ന വഴിയില് കുറച്ചല്പം മുമ്പ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപാടിക്ക് ഞാൻ പോരുമായിരുന്നു. പക്ഷെ ഇപ്പൊ ചൂലാമ്പയലാണുള്ളത്, മടവൂര് കുന്നമംഗലം ആ ഭാഗത്താണുള്ളത്, അതുകൊണ്ട് എത്തിപ്പെടാൻ പ്രയാസമാണ് എന്നറിയിച്ചു. ഞാൻ പറഞ്ഞു വന്നത് ദീനിയായ ഒരു സദസ്സാണ് എന്ന് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നിങ്ങളെ കുറിച്ച് അറിവ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ സലാത്തിന്റെ കാര്യത്തിൽ നമ്മൾ ആമാന്തം കാണിക്കാൻ പാടില്ല. സലാത്ത് ചൊല്ലാൻ ഒരു ജാഗ്രത കാണിക്കണം. ഇത് സലാത്തിന്റെ മജ്ലിസാണ്. മഹാനായ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാ കിറാമിനോട് ചോദിക്കാൻ, ചരിത്രം നമുക്ക് അറിയാവുന്നതാണ് അല്ലയോ സ്വഹാബ,
ആരാണ് ലോകത്തിൽ ഏറ്റവും വലിയ പിശുക്കൻ? അള്ളാന്റെ പ്രവാചകൻ സ്വഹാബാക്കളോട് ചോദിക്കുമ്പോ അള്ളാന്റെ പ്രവാചകന്റെ സ്വഹാബാക്കൾ പറയാണ്, എന്താണ് സംശയം പ്രവാചകരെ? എന്താണ് സംശയമുള്ളത്? സമ്പത്തുണ്ടായിട്ട് പൂഴ്ത്തിവെച്ചവനല്ലേ പിശുക്കന്? സമ്പത്തുണ്ടായിട്ട് അത് പൂഴ്ത്തിവെച്ചവനാരോ അവനാണ് ലോകത്തെ ഏറ്റവും വലിയ പിശുക്കനെന്ന് സ്വഹാബാ കിറാം പഠിപ്പിക്കുമ്പോ ഇന്ന് നരേന്ദ്രമോദി തെറ്റിദ്ധരിച്ചതുപോലെ 1000-ന്റെയും 500-ന്റെയും നോട്ട് പൂഴ്ത്തിവെച്ചവനാരോ അവന്റെ കാശൊന്ന് പുറത്തു കൊണ്ടുവരാൻ എന്തെങ്കിലും ഒരു ഐഡിയ ഉപയോഗിക്കണമെന്ന രൂപത്തിൽ 2000-ന്റെ നോട്ട് പുറത്തിറക്കുന്നത് പോലെ അത് മറ്റൊരു വിഷയമാണ്. സ്വഹാബാ കിറാം ചോദിക്കാണ് അള്ളാന്റെ പ്രവാചകനോട്, പ്രവാചകനെ എന്താണ് സംശയമുള്ളത്? സമ്പത്തുണ്ടായിട്ട് പൂഴ്ത്തിവെച്ചവനല്ലേ? അള്ളാന്റെ പ്രവാചകൻ പറയാണ്, അല്ല സ്വഹാബ, അല്ല അല്ല, എന്റെ പേര് കേട്ടിട്ട് എന്റെ നാമം കേട്ടിട്ട് ആരാണ് സ്വലാത്ത് ചൊല്ലാത്തവന് അവനാണ് ഏറ്റവും വലിയ പിശുക്കനെന്ന് ലോകത്തിന്റെ തിരുദൂതനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ ആ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോ സ്വലാത്ത് ചൊല്ലാൻ നമ്മൾ മടി കാണിക്കാൻ പാടില്ല. അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതിന് ഒരുപാട് പ്രത്യേകതകൾ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ഇസ്രായേൽ വിഭാഗത്തിൽ 200 വർഷക്കാലത്തോളം ആയുസ് നൽകിയ ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നു. മനുഷ്യനോട് ധിക്കാരപരമായി പെരുമാറിയ വ്യക്തിയായിരുന്നു. അക്രമം കാണിച്ച വ്യക്തിത്വം, അതിക്രമപരമായി പെരുമാറിയ വ്യക്തിത്വം. ആ വ്യക്തിത്വം ഒരു സുപ്രഭാതത്തിൽ മരണപ്പെടാൻ. അദ്ദേഹം മരണപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി എടുത്തിട്ട്, ഭൗതിക ശരീരം എടുത്തിട്ട് ഒരു കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയാണ് അന്നത്തെ മനുഷ്യ സമൂഹം. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിന് ബോധനം നൽകാൻ മൂസാ നബിക്ക് അല്ലാഹു വഹി നൽകാ, അല്ലയോ മൂസാ, ഇന്നാലിന്ന കുപ്പത്തൊട്ടിയിൽ ഇന്നാലിന്ന മനുഷ്യന്റെ മയ്യത്തുണ്ട്, ഇന്നാലിന്ന മനുഷ്യന്റെ ഡെഡ് ബോഡി ഉണ്ട്, ഇന്നാലിന്ന മനുഷ്യന്റെ ഭൗതിക ശരീരമുണ്ട്. അദ്ദേഹത്തിന്റെ മയ്യത്തിനെ ഒന്ന് എടുക്കാൻ, അതിനെ ഒന്ന് കുളിപ്പിക്കാൻ, ആ മയ്യത്തിനെ ഒന്ന് കഫൻ ചെയ്യാൻ, ആ മയ്യത്തിന്റെ മേൽ നിസ്കാരം നിർവഹിച്ചിട്ട് മുസ്ലിങ്ങളെ മറമാടുന്ന സ്ഥലത്തൊന്ന് മറമാടാൻ നിങ്ങൾ തയ്യാറാവണം മൂസ എന്ന് മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹിനോട് മൂസാ നബി അലൈഹി ഇസ്ലാം തിരിച്ചു ചോദിക്കാണ്, പടച്ചോനെ എന്താണ് ഇങ്ങനെ പറയാൻ പ്രചോദനമായത്? എന്താണ് പടച്ചവനെ ഇത്രത്തോളം വർഷം നീ ആയുസ് നൽകിയിട്ട്, 200 വർഷക്കാലത്തോളം ആയുസ് നൽകിയിട്ട് ധിക്കാരപരമായി പെരുമാറിയ ഒരു മനുഷ്യന്റെ ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് അള്ളാഹുവിനോട് മൂസാ നബി അലൈഹി ഇസ്ലാം ചോദിക്കുമ്പോ അള്ളാഹ് പറയാണ്, മൂസാ, അദ്ദേഹത്തിന് 200 വർഷക്കാലത്തോളം ഞാൻ ആയുസ് നൽകി. അദ്ദേഹം മനുഷ്യരുടെ ധിക്കാരപരമായി പെരുമാറിയിട്ടുണ്ടാകാം. പക്ഷേ നിങ്ങൾക്ക് ഞാൻ നൽകിയ തൗറാത്ത് ഉണ്ടല്ലോ, ആ തൗറാത്ത് ഇടയ്ക്കിടെ അദ്ദേഹം മറിച്ചു നോക്കുമ്പോ എവിടെയൊക്കെ മുഹമ്മദ് എന്ന നാമം കാണുന്നോ ആ നാമത്തുമ്മ കൈവക്കാൻ, ആ കൈകളെ ഒന്ന് ചുംബിക്കാൻ, ആ കൈകളെ കൊണ്ട് തന്റെ കണ്ണിന്റെ തടങ്ങളൊന്ന് തടയാൻ, അത് കാരണമായി കണ്ണിന് കുളിർമ ലഭിക്കണേ എന്ന് എന്നോട് ദുആ ചെയ്യാൻ, ആ അന്ത്യപ്രവാചകന്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലാൻ അദ്ദേഹം താല്പര്യം കാണിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തിന്റെ ദോഷങ്ങളൊക്കെ ഞാൻ പുറത്തു കൊടുക്കാൻ അള്ളാഹു നിർത്തിയില്ല മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പറയല്. അള്ളാഹ് പറയാണ്, മൂസ, അദ്ദേഹത്തിന് 70ഓളം ഹൂർലിങ്ങളെ ഞാൻ സ്വർഗത്തിലേക്ക് സൃഷ്ടിച്ചു വെച്ചിരിക്കാൻ. കാരണം എന്താണ്? ഒരു സ്വലാത്ത് ചൊല്ലലാണ്. ഒരു സ്വലാത്ത് ചൊല്ലി എന്നുള്ള ഒറ്റ കാരണം. അതുകൊണ്ട് നമ്മൾ സ്വലാത്തില്ല, സമയം വൈകിട്ടുണ്ടാവാം എങ്കിൽ പോലും സ്വലാത്ത് ചൊല്ലുന്നതിൽ അമാന്തം കാണിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഈമാനിന്റെ അവസാനത്തെ ശാഖ 70ഓളം ശാഖകൾ എണ്ണി പറഞ്ഞതില് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ അവസാനത്തെ ശാഖ ഇമാതത്തുൽ അദാ അനിത്വരീഖ്, തന്റെ സഹോദരനുള്ള പ്രയാസങ്ങളെ നീക്കം ചെയ്യലാൻ. അതിന്റെ വാക്കാർത്ഥം, അതിന്റെ ഭാഷാർത്ഥം വഴിയിലുള്ള ബുദ്ധിമുട്ടിനെ നീക്കം ചെയ്യാനെന്നുണ്ടെങ്കിൽ വഴിയിൽ നടന്നു പോകുമ്പോൾ കാണുന്ന മുള്ളുകളെ, കല്ലുകളെ നീക്കം ചെയ്യൽ മാത്രമല്ല, തന്റെ സഹോദരന്റെ ജീവിതത്തില് എന്ത് വിഷമങ്ങളാണ് വന്നിട്ടുള്ളത് ആ വിഷമങ്ങളെ നീക്കം ചെയ്യാൻ ഒരു ജാഗ്രത കാണിക്കലാൻ. തന്റെ സഹോദരന്റെ ജീവിതത്തിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകളെ നീക്കം ചെയ്യാൻ ഒരു പ്രചോദനം കാണിക്കലാൻ. തന്റെ സഹോദരന് ശാരീരികമായിട്ട് എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ ആ അസ്വസ്ഥതകൾ നീങ്ങാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കലാൻ. തന്റെ സഹോദരന് മാനസികമായ പിരിമുറുക്കങ്ങൾ ഉണ്ടെങ്കിൽ ആ പിരിമുറുക്കം മാറാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കലാണ്. ഇമാതത്തുൽ അദാ അനിത്വരീഖ്, വഴിയിലുള്ള ബുദ്ധിമുട്ടുകൾ
ബുദ്ധിമുട്ടുകളെ നീക്കം ചെയ്യാന്ന് പറഞ്ഞാൽ ഭാഷാർത്ഥത്തിൽ വഴിയിലുള്ള ബുദ്ധിമുട്ടുകളെ നീക്കം ചെയ്യാന്നാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ വഴിയില്, അദ്ദേഹത്തിന്റെ ലക്ഷ്യപൂർത്തീകരണത്തിന്റെ വഴിയില് എന്ത് പ്രയാസങ്ങളാണോ ആ പ്രയാസങ്ങളെ നീക്കം ചെയ്യാൻ ഇമാതത്തുൽ അദാ അനി ത്വരീഖ് അവസാനത്തെ ഈമാനിന്റെ ശാഖ എണ്ണി പറഞ്ഞതിൽ പെടാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് SKSF-ന്റെ പ്രവർത്തകര്, സുന്നി യുവജന സംഘത്തിന്റെ പ്രവർത്തകര് ഇവിടെ കാണിക്കുന്ന ഈ സംരംഭം, ഇവിടെ കാണിക്കുന്ന ഈ സെൽ പ്രവർത്തനം, ഇത് സഹചാരി സെല്ലിന് വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ മറ്റു റിലീഫ് സെല്ലിന് വേണ്ടിയിട്ടാവാം, മുസാഅദക്ക് വേണ്ടിയിട്ടാവാം, എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും സംഘടനാപരമായി അവർ യോജിക്കുമ്പോ സമുദായത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി, സമൂഹത്തിന്റെ നല്ല നടത്തിപ്പിന് വേണ്ടി, എന്നുള്ള പ്രചോദനപരമായ താല്പര്യപരമായ കാര്യങ്ങൾക്ക് വേണ്ടി സംഘടന മുന്നിട്ട് വരുമ്പോഴും അതിനുള്ള താല്പര്യത്തോടെ പിന്തുണ നൽകല്, അതിനുള്ള പ്രചോദനം നൽകല്, അതിനുള്ള പ്രോത്സാഹനം നൽകല് മുസ്ലിങ്ങളായ നമുക്ക് അഭികാമ്യമാണ്. ഈ സന്ദർഭത്തിൽ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ദീർഘമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ഇത്തരം പരിപാടിനോട് മനസ്സാവാച കർമ്മണ നമ്മുടെ സഹകരണം ഉണ്ടായിരിക്കുക. അതന്നെ ഉള്ളൂ പറയാൻ. വേറെ എന്താ ഇവിടെ പറയാനുള്ളത്? ഇൻഷാ അല്ലാഹ് പ്രഭാഷണമൊക്കെ നടത്തി. ഇവിടെ അഭ്യന്തരായ സംഘാടകർ പറഞ്ഞു കുറച്ച് കസേരകൾ വേണം. അത് നിങ്ങളും പറഞ്ഞിട്ട് കുറച്ച് ആളുകളോട് ഇങ്ങോട്ട് ചോദിക്കുക, എത്ര കസേര വേണമെന്ന് ചോദിച്ചു. ഉമരനായ റഹ്മാനി വിളിച്ചിട്ട് ചോദിച്ചത് ഒരു 150 കസേര വേണം, നിങ്ങൾ വന്നിട്ടൊന്ന് ഇടപെടുവെന്നാ. ഞാൻ പറഞ്ഞു 150 കസേര കിട്ടാൻ സദസ് എങ്ങനെ? സദസ് ഉഷാറാണ്, സദസ് എന്ന് ചോദിച്ചാൽ കിട്ടും. പക്ഷെ തങ്ങൾ തന്നെ ചോദിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളത് ചോദിക്കണില്ല തീരുമാനിച്ചതാ. ഞാൻ പറഞ്ഞു ശരി, ഒരു 10 കസേര നിങ്ങൾ ഉണ്ടാക്കി വെക്കി, ഒരു 10 കസേര ഉണ്ടാക്കി വെക്കി. കാരണം ഞാൻ വന്ന് ചോദിക്കുമ്പോ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഒരു 10 കസേര നിങ്ങൾ ചോദിക്കണം. ഇവിടെ ഇരിക്കാൻ വേണ്ടി, മജ്ലിസുൻ നൂറിൽ ഇരിക്കാൻ വേണ്ടി, സലാത്തിൽ ഇരിക്കാൻ വേണ്ടി, എന്നക്കും പ്രതിഫലം കിട്ടാൻ വേണ്ടി 10 കസേര നിങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ ബാക്കി 140 കസേര ഞാൻ ഉണ്ടാക്കാൻ ഒരു ശ്രമം നടത്താന്ന് പറഞ്ഞു. വണ്ടിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ് എന്താണ് ഇനി മാർഗം. ഇവിടെ ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴും അൽഹംദുലില്ലാഹ് സദസ്സ് വളരെ താല്പര്യത്തോടെയാണ്. ചേങ്ങോട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു മിനിഞ്ഞാന്ന് പരിപാടി. ചെന്നപ്പോ സദസ്സ് ശുഷ്കിച്ചത്, സദസ്സ് കുറവാണ്. പക്ഷെ അവിടെ മദ്രസയുടെ കാര്യം കണ്ട് പറഞ്ഞോടുകൂടി ഒരു മാന്യദേഹം എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഞാൻ 1 ലക്ഷം രൂപ മദ്രസക്ക് വേണ്ടി തരാം. ഞാൻ ചോദിച്ചു സംഘാടകർ, ഈ തെര പൊട്ടുമോ? സംഘാടകർ പറഞ്ഞു തെര പൊട്ടും, തന്നു ശീലമുള്ളവരാണ്. മറ്റൊരു സഹോദരൻ 2 ലക്ഷം രൂപ അതിനുവേണ്ടി ഇങ്ങനെ ദ്വയർക്കാണ്. ആ ദ്വയങ്ങനെ നടക്കുന്നതിന്റെ ഇടയിലാണ് ഒരു മാന്യദേഹം സ്റ്റേജിലേക്ക് കയറി വന്നിട്ട് പറഞ്ഞത് എന്റെ വക 4 ലക്ഷം രൂപ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം സദസ്സ് കുറവാണ്, പക്ഷേ ആള് എണ്ണം കൊണ്ട് കുറവാണെങ്കിലും വണ്ണം കൊണ്ട് ദീനിയായ താല്പര്യമുണ്ട് എന്നവിടെ വെച്ച് മനസ്സിലാക്കാൻ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇനി ഒരു 24 ചാക്ക് അരിയും എന്റെ വക ഞാൻ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടേക്ക് ഇങ്ങനെ കയറി വന്നപ്പോ അദ്ദേഹത്തെ ഇങ്ങനെ ഓർത്തു. എന്നിട്ട് മനസ്സിലായി അൽഹംദുലില്ലാഹ് ഇത് സദസ്സ് ദീർഘമായ സദസ്സാണ്, ചെറിയ സദസ്സൊന്നല്ല. അതുകൊണ്ട് കിട്ടും എന്ന വിശ്വാസത്തിൽ കയറി വന്ന് ഇവിടെ ബഹുമാനപ്പെട്ട ഹുദവി വന്നിട്ട് പറയാണ് അൽഹംദുലില്ലാഹ് 150 കസേര ഉദ്ദേശിച്ചു, 250 എന്ന് സംഘാടകർ പറഞ്ഞു. അള്ളാന്റെ അനുഗ്രഹം കൊണ്ട്, ഈ സദസ്സിന്റെ താല്പര്യം കൊണ്ട് അത് 500 കസേര ആയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഇനി നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല, കസേരങ്ങൾ പിരിക്കേണ്ട കാര്യമില്ല, അതാ പറഞ്ഞത്. അൽഹംദുലില്ലാഹ്. അല്ലെങ്കിലും അതിനൊന്നും സാഹചര്യം ഉണ്ടാക്കരുത്. അതിനു മുമ്പ് തന്നെ അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഒരു ഏണി വെച്ച് തരലല്ല, നിങ്ങളെ ഒരു മൂച്ചിമ്മക്കയറ്റ എന്ന് പറയും നമ്മുടെ ഭാഷയില്. അതല്ല, അതിന്റെ ആവശ്യം ഇവിടെ ഇല്ല എന്ന് മനസ്സിലാവാണ്. 500 കസേരകളെ 250 കസേരയാണ് ലക്ഷ്യം വെച്ചതെങ്കിൽ മജ്ലിസിൽ വരുന്ന ആളുകൾക്ക് അവർ ക്ഷമയോടുകൂടെ താല്പര്യത്തോടുകൂടെ മഹാന്മാരായ ബദരീങ്ങളുടെ നാമം പാടി പറയുന്ന സദസ്സില് ഇരിക്കാൻ വേണ്ടി ഇരിപ്പിടം ഒരുക്കാൻ 250 ലക്ഷ്യം വെച്ചപ്പോ 500 കിട്ടി. അൽഹംദുലില്ലാഹ്. വലിയ കാര്യമാണ്. ദുആ ചെയ്യാം, നമുക്ക് ദുആ ചെയ്യാം. ദുആ ചെയ്യുന്നതിന് മുമ്പ് 1-2 വിഷയം സൂചിപ്പിക്കാനുള്ള എന്തായാലും നമുക്കൊക്കെ ഒരു ആശങ്കയാണ്. എന്താ എന്റെ ദുആ പടച്ചോൻ കേൾക്കാത്തത്? എന്റെ ദുആ ഞാൻ ഒരുപാട് ദുആ ചെയ്യുന്നുണ്ട്, എന്റെ ദുആഇനെ എന്തുകൊണ്ട് അല്ലാഹു കേൾക്കുന്നില്ല? എന്റെ ദുആക്ക് അല്ലാഹു ഉത്തരം നൽകുന്നില്ല? അഭിയന്തരായ സയ്യിദന്മാരെ, അഭിയന്തരായ പണ്ഡിതന്മാരെ സമീപിച്ചിട്ട് ഒരാൾ ദുആ ചെയ്യാൻ പറയുമ്പോ നിങ്ങൾ ദുആ ചെയ്യുമെന്ന് തിരിച്ചു പറയുമ്പോ പറയാണ് അഭിയന്തരായ ഉസ്താദേ ഞാൻ ഒരുപാട് ദുആ ചെയ്തു, പക്ഷേ അല്ലാഹു എന്റെ ദുആക്ക് ഉത്തരം നൽകുന്നില്ലല്ലോ. എന്താണ് കാരണമെന്ന് ചോദിക്കാൻ ഒരൊറ്റ കാര്യം നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി
അലൈഹി വസല്ലമ തങ്ങളെ കഅബ ഷരീഫിന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിച്ചുകൊണ്ടിരിക്കാൻ, കഅബയുടെ മുമ്പിൽ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കാൻ, ആ സമയത്ത് ശത്രുക്കൾ വന്നിട്ട് ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ ചാർത്തി പെരടിയില് അല്ലാഹുവിന്റെ പ്രവാചകനിക്ക് സുജൂദ് എഴുന്നേൽക്കാൻ പ്രയാസമായി. അങ്ങനെ കാണുന്ന സന്ദർഭത്തില് ശത്രുക്കൾ പൊട്ടിച്ചിരിച്ചു കൊണ്ടിരിക്കുമ്പോ സ്വഹാബാക്കൾക്ക് അടുത്തുവന്നുകൊണ്ട് ആ കുടൽമാലകളൊന്നും മാറ്റാൻ പ്രയാസപ്പെടുമ്പോ ദാരുണമായ രംഗം കണ്ടു നിൽക്കുകയാണ് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ. ഫാത്തിമ ബീവി ഓടി വന്നുകൊണ്ട് തന്റെ ഇളം കൈകളെ കൊണ്ട് പ്രവാചകന്റെ പെരടിയിലുള്ള ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലകള് മെല്ലെ മെല്ലെ മാറ്റിയിട്ടു. പ്രവാചകൻ എഴുന്നേറ്റു സുജൂദിൽ നിന്ന് കഅബയുടെ മുമ്പിലേക്ക് ഉയർത്തി ഇരുകരങ്ങള്. എന്നിട്ട് അല്ലാഹുവോട് ദുആ ചെയ്തു, പടച്ചവനെ നീ ഉത്ബത്തിനെ പിടിക്കണം, ശൈബത്തിനെ പിടിക്കണമല്ല, അബൂജഹലിനെ പിടിക്കണം തമ്പുരാനെ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ ദുആ ചെയ്തപ്പോ അതിന് അല്ലാഹു ഉത്തരം നൽകി, നല്ല രൂപത്തിൽ ഉത്തരം നൽകി. ബദറിൽ എല്ലാവരെയും നാമാവശേഷമാക്കി. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബാക്കൾ പറയാൻ അത്ര കാലത്തോളം അല്ലാഹുവിന്റെ പ്രവാചകൻ അതുപോലെ ദുആ ചെയ്തത് ഞങ്ങൾ ദർശിച്ചിട്ടില്ല, അതിനുശേഷവും ദർശിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ ദുആ ചെയ്തത് എങ്ങനെ? തന്റെ ഇരുകരങ്ങളും അല്ലാഹുവിലേക്ക് ഉയർത്തിയിട്ട് കഅബ ഷരീഫിന്റെ മുമ്പിൽ നിന്നിട്ട് അല്ലാഹുവിലേക്ക് ഇരുകരങ്ങളും ഉയർത്തിയിട്ട് പ്രവാചകൻ കരഞ്ഞുകൊണ്ട് അല്ലാഹുവോട് ദുആ ചെയ്തപ്പോ അല്ലാഹു ഉത്തരം നൽകി. സ്വഹാബാക്കൾ പറയാ, പ്രവാചകന്റെ കൈകൾ ഇങ്ങനെ ഉയർത്തി ഉയർത്തി പ്രവാചകന്റെ കൈകൾ ഇങ്ങനെ പൊങ്ങി വന്നുകൊണ്ട് പൊങ്ങി പൊങ്ങി തന്റെ കക്ഷത്തിന്റെ വെളുപ്പ് സ്വഹാബാക്കൾ ദർശിക്കുന്നത് വരെ പ്രവാചകന്റെ കക്ഷത്തിന്റെ വെളുപ്പുകള് പ്രവാചകന്റെ കക്ഷത്തിന്റെ വെളുപ്പുകള് സ്വഹാബാ കിറാം കാണുന്നത് വരെ പ്രവാചകൻ കൈകളെ ഉയർത്തിയിരുന്നു എന്ന് ചരിത്രത്തിൽ സ്വഹാബാ കിറാം നമ്മോട് പറയണം. നമ്മളോ ഇനിയിപ്പോ ഇവിടെ ദ്വാരക്കാൻ പോവാണ്, നമ്മളെങ്ങനെയായിരിക്കും? നമ്മൾ നമ്മളെ മനസ്സിനോട് ചോദിച്ചാൽ മതി. ഹസിബു ഖബല അൻ തുഹാസബു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, നിങ്ങളൊരു വിചാരണ നടത്തണം, ഒരു സ്വവിചാരണ നടത്തണം. ഒരു വിചാരണ നിങ്ങൾ നടത്തുക, ഓരോരുത്തരും അവനവനോടൊന്ന് വിചാരണ നടത്തുക. എന്താണ് ഞാൻ ചെയ്യുന്ന ദുആ? പലപ്പോഴും അഭിനന്ദരായ ഉസ്താദുമാരാവട്ടെ സാദാത്യങ്ങളാവട്ടെ ദുആ ചെയ്യുമ്പോ ആ ദുആക്ക് എവിടെയാണോ വഖഫ് വരുന്നത്, എവിടെയാണോ ഒരു ശ്വാസം വിടൽ വരുന്നത്, അവിടെ നമ്മൾ ആമീൻ പറയും. പക്ഷെ ആമീൻ പറയുമ്പോ സത്യത്തിൽ നമ്മൾ ദുആഇനൊത്തുകൊണ്ട് ആ ദുആ നീ കേട്ടുത്തരം നൽകണേ അല്ലാഹ് എന്ന നിയ്യത്തോട് കൂടെ നമ്മൾ ആമീൻ പറയുന്നില്ല. മാത്രവുമല്ല, നമ്മുടെ കൈകളെ നമ്മുടെ മടിയിൽ ഇങ്ങനെ വെക്കാൻ, കൈകൾ ഉയർത്താൻ തയ്യാറാവുന്നില്ല. നമ്മുടെ കൈകൾ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ മടിയിൽ വെക്കാൻ. അതുകൊണ്ട് തന്നെ അല്ലാഹ്ക്ക് നമ്മുടെ ചോദ്യത്തിന് ഉത്തരം നൽകാനും മടിയാൻ. കാരണം നമ്മുടെ കൈകൾ നമ്മുടെ മടിയിലാണ്. അതുകൊണ്ട് അല്ലാഹുവിന് ഉത്തരം നൽകാനും മടിയാൻ. ആ മടിയാണ് അല്ലാഹു നമുക്ക് ഉത്തരം നൽകാത്തത് എന്ന് നാം ആദ്യം വിശ്വസിക്കണം. കൈകൾ ഉയർത്താൻ മടി, അപ്പൊ നമ്മളെ ചോദ്യത്തിന് ഉത്തരം നൽകാനും അല്ലാഹ്ക്ക് മടി. നിയ്യത്ത് നന്നാക്കുക, അത് നമുക്കില്ല. ഒരു സയ്യിദ് ദുആ ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു പണ്ഡിതൻ ദുആ ചെയ്യാണ്. ആര് ദുആ ചെയ്യാണ്? അല്ലെങ്കിൽ ഇപ്പോ ഈ കൊടക്കാട് പ്രദേശത്ത് വന്നിട്ട് ഞാൻ അങ്ങനെ പറയുന്നത് ശരിയാണെന്ന് മനസ്സിലാക്കുന്നില്ല, ദ്വാരക്കണമെങ്കിൽ ഒരു തങ്ങൾ വേണമെന്ന അഭിപ്രായക്കാരനൊന്നല്ല ഞാൻ. നിങ്ങളും അങ്ങനെ അഭിപ്രായക്കാരാവാൻ പാടില്ല. ദുആ ചെയ്യണമെങ്കിൽ ഒരു പണ്ഡിതൻ വേണം എന്ന അഭിപ്രായം ഉണ്ടാവാൻ പാടില്ല. ദ്വാരക്കണമെങ്കിൽ ഞാൻ തന്നെ മതി എന്ന് ഓരോരുത്തരും കരുതണം. ഞാൻ മതി അല്ലാഹുവിനോട് ചോദിക്കാൻ, അങ്ങനെ തന്നെ ഓരോരുത്തരും കരുതണം. പിന്നെ എന്തിനാ തങ്ങളെ കൊണ്ടുവരുന്നത്? ഒരു തങ്ങൾ വന്ന് ദ്വാരക്കണം എന്ന് പറയുന്നത് എന്തിനാ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരക്കുട്ടിയല്ലേ, ആ ഒരു ബർക്കത്ത് ഈ സദസ്സിൽ കിട്ടണമെന്ന് വെച്ചിട്ടാണ്. പിന്നെ എന്തിനാണ് ഒരു പണ്ഡിതനെ കൊണ്ട് ദുആ ചെയ്യുന്നത്? അല്ലാഹുവിന്റെ ഇൽമു സമ്പാദിച്ചു എന്ന കാരണം കൊണ്ട്. അൽ ഇൽമു നൂറുല്ലാഹ്, അല്ലാഹുവിന്റെ പ്രകാശമായ ഇൽമിനെ ഈ പണ്ഡിതൻ കരഗതമാക്കിയിട്ടുണ്ട് എന്ന കാരണത്താൽ, ആ പ്രകാശമാകുന്ന ഇൽമിനെ കരഗതമാക്കി എന്ന കാരണത്താൽ ആ പണ്ഡിതന്റെ ബർക്കത്ത് ഈ സദസ്സിൽ ഉണ്ടാവണം. അതാണ് പണ്ഡിതനെ കൊണ്ട് ദുആ ചെയ്യുന്നതിന്റെ ലക്ഷ്യം. തങ്ങളെ കൊണ്ട് ദുആ ചെയ്യുന്ന ലക്ഷ്യം അത് അല്ലാഹു റസൂലിന്റെ പേരക്കുട്ടിയാണ്, ആ ബർക്കത്ത് കിട്ടണം. പണ്ഡിതന്മാരെ കൊണ്ട് ദുആ ചെയ്യിക്കുന്നതിന്റെ ലക്ഷ്യം അവർ ഇൽമു പഠിച്ചവരാണ്, ആ ബർക്കത്ത്. അല്ലെങ്കിൽ നമ്മൾ ചോദിച്ചാലും തരും, ഉത്തരം തരും. ആര് ചോദിച്ചാലും, പക്ഷെ ചോദിക്കുന്ന രൂപത്തിൽ ചോദിക്കണം. ഇബ്ലീസിന്റെ ദുആക്ക് വരെ അല്ലാഹു ഉത്തരം നൽകിയിട്ടുണ്ട്. ഇബ്ലീസിന്റെ ലഅനത്തുല്ലാഹി അലൈഹി സമയം വഴുകുമെന്നത് കൊണ്ട് അതിലേക്ക് പ്രവേശിക്കണില്ല. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയുടെ ദുആ വരെ, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയുടെ അപേക്ഷ വരെ, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയുടെ അഭ്യർത്ഥന വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാൻ തയ്യാറായിട്ടുണ്ട്. അതാണ് ചരിത്രം. മൂസാ നബി അലൈഹി സ്വലാം പോവാണ് തൂരി സിനയിലേക്ക് തൗറാത്ത് സ്വീകരിക്കാൻ. തൗറാത്ത് സ്വീകരിക്കാൻ തൂരി സിനയിലേക്ക് പോകുന്ന മൂസാ നബി അലൈഹി സ്വലാമിനെ വഴിയിൽ കാണാണ് ആര്? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ചരിത്രം ദീർഘമാണ്, ചുരുക്കി പറയാം.
ഇബ്ലീസ് കാണാണ് വഴിയിൽ വെച്ച് ലഅനത്തുല്ലാഹി അലൈഹി മൂസാ നബി അലൈഹിസ്സലാമിനെ. മൂസാ നബിയോട് ഇബ്ലീസ് ലഅനത്തുല്ലാഹി ചോദിക്കാൻ, അല്ല മൂസാ, നിങ്ങൾ പോണത് തൗറാത്ത് സ്വീകരിക്കാനല്ലേ? തൂരിസയിലേക്കല്ലേ പോണത്? അതെ, ഞാൻ തൂരിസയിലേക്ക് പോവാൻ. എങ്കിലും നിങ്ങൾ അള്ളാഹിനോട് മുനാജാത്ത് നടത്തുമ്പോ, അള്ളാഹിനെ കണ്ടുകൊണ്ടൊന്ന് സംസാരിക്കുമ്പോ ഈ പാപിയായ എന്റെ കാര്യമെന്ന് പറയണം. എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്, എനിക്കൊരു അപേക്ഷയുണ്ട്, എനിക്ക് അള്ളാഹിന്റെ മുമ്പിൽ ഒരു ദുആ സമർപ്പിക്കാനുണ്ട്. അത് നിങ്ങളൊന്ന് അള്ളാഹിനോട് പറയണേ എന്ന് പറഞ്ഞിട്ട് മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പറയുമ്പോ മൂസാ നബി അലൈഹി ഇസ്ലാം ഇബ്ലീസിനോട് തിരിച്ചു ചോദിക്കാണ്, എന്താണ് ഇബ്ലീസ് എനിക്ക് പറയാനുള്ളത്? എനിക്കൊന്ന് നന്നാവണം. ഞാൻ അള്ളാഹിന്റെ മാർഗത്തുനിന്ന് അബാവസ്തക്ബറ, കിബ്ർ നടിച്ച് ഇറങ്ങി പോന്ന ആളാണ് ഞാൻ. അള്ളാഹിന്റെ പ്രവാചകനായ ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ വിസമ്മതിച്ചത് കൊണ്ട് അള്ളാഹു എന്നെ ആട്ടിപ്പുറത്താക്കി. അള്ളാഹിന്റെ മോശപ്പെട്ട ആളുകളിലാണ് ഞാൻ പെട്ടിട്ടുള്ളത്, സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അള്ളാഹിന്റെ മാർഗത്തിലേക്ക് തന്നെ തിരിച്ചു ചെല്ലാൻ എന്താണ് പോംവഴി എന്ന് എന്റെ അപേക്ഷ നിങ്ങൾ അള്ളാഹുവിനോടൊന്ന് സമർപ്പിക്കണേ എന്ന് പറഞ്ഞിട്ട് മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ഏൽപ്പിക്കുമ്പോ മൂസാ നബി അലൈഹി ഇസ്ലാമിന് ഭയങ്കര സന്തോഷമായി. കാരണം നന്നാവാൻ പോണത് ആരാ? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയാണ്. അള്ളാഹിനോട് പറയേണ്ട പണിയുള്ളൂ, അള്ളാഹ് കേൾക്കും. അത് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ അറിയാം. ഇബ്ലീസ് ആണ് ഈ പറയും ചെയ്തു, എന്റെ തെറ്റൊന്ന് പുറത്തുവന്നിട്ട് നല്ല അടിമകളിൽ നിന്നെ തിരിച്ചെടുക്കാൻ പറയൂ. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിന്റെ ഈ അഭ്യർത്ഥന കേട്ടിട്ട് മൂസാ നബി അലൈഹി ഇസ്ലാം സന്തോഷഭരിതനായി. മൂസാ നബി അലൈഹി ഇസ്ലാം പോയി തൗറാത്ത് സ്വീകരിച്ചു. തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോൾ അല്ലാഹ് ചോദിക്കണം, അല്ല മൂസാ, ആരോ ഒരാൾ ഒരു കാര്യം എന്നോട് പറയാൻ ഏൽപ്പിച്ചില്ലേ, എന്തുകൊണ്ട് പറയുന്നില്ല? മൂസാ നബി അലൈഹി ഇസ്ലാം മറന്നുപോയി. തത്സംഭവം ഓർമ്മ വന്നു, വിശദീകരിച്ചു അല്ലാഹുവോട്. അല്ലാഹ് പറഞ്ഞു, മൂസാ, ഇബ്ലീസിനെ ഞാൻ പുറത്താക്കിയത് എന്റെ പ്രവാചകനായ എന്റെ ആദ്യത്തെ മനുഷ്യ സൃഷ്ടിയായ ആദമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞിട്ട് അവൻ വിസമ്മതിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് ആദം നബി അലൈഹി ഇസ്ലാം ജീവിച്ചിരിപ്പില്ല. ആദമിന്റെ ഖബറിങ്കിൽ ചെന്നിട്ടെങ്കിലും ഇബ്ലീസ് ഒരു സുജൂദ് നടത്താൻ തയ്യാറായാൽ അവന്റെ ദോഷങ്ങൾ ഞാൻ പുറത്തു കൊടുക്കാൻ, അവനെ എന്റെ സ്വാലിഹീങ്ങളായ അടിമകളിൽ ഉൾപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല. മൂസാ നബി അലൈഹി ഇസ്ലാം വീണ്ടും സന്തോഷമുണ്ടായി, തിരിച്ചു പോവാണ്. ഇബ്ലീസിനെ കാണാനുള്ള താല്പര്യം കൊണ്ട് വഴിയിൽ തൽസ്ഥാനത്ത് നിൽക്കാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ഇബ്ലീസ് ചോദിച്ചു, മൂസാ, നിങ്ങൾ കണ്ടില്ലേ അല്ലാഹനെ, എന്റെ കാര്യം പറഞ്ഞില്ലേ? മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, പറഞ്ഞിട്ടുണ്ട്. ചെറിയൊരു ഉപാധി വെച്ചിട്ടുണ്ട്, ഒരു ഷർത്ത് വെച്ചിട്ടുണ്ട്, ഒരു കണ്ടീഷൻ മാത്രമാണുള്ളത്. ആദമിന് ജീവിച്ചിരിക്കുമ്പോ സുജൂദ് ചെയ്യാത്ത ഇബ്ലീസേ, നീ ആദം നബി അലൈഹിസ്സലാമിന്റെ ഖബറിങ്കിൽ ചെന്നിട്ടെങ്കിലും ഒരു സുജൂദ് ചെയ്യാൻ തയ്യാറായാൽ നിന്റെ ദോഷങ്ങൾ പുറത്തുകൊണ്ട് നിന്റെ സ്വാലിഹീങ്ങളായ അടിമകളിൽ ഉൾപ്പെടുത്താൻ അല്ലാഹു തയ്യാറാണെന്ന് മൂസാ നബി അലൈഹിസ്സലാം ഇബ്ലീസിനോട് പറയുമ്പോ ഇബ്ലീസ് ഏതാ മോൻ? ഇബ്ലീസ് പറഞ്ഞു, ലഅനത്തുല്ലാഹി അലൈഹി, ഞാനോ ജീവിച്ചിരിക്കെ ആദമിന് സുജൂദ് ചെയ്യാത്ത ഞാൻ ഇപ്പൊ ആദം മരിച്ചിട്ട് സുജൂദ് ചെയ്യണം, അതുകൊണ്ട് ചെയ്യൂല. ഇബ്ലീസ് തദൈവ മുമ്പുണ്ടായിരുന്ന രൂപത്തിൽ തന്നെ. ഞാൻ ഈ ചരിത്രം പറഞ്ഞ എന്തിനാ? ഇബ്ലീസ് ഒരു അപേക്ഷ വെച്ചപ്പോ ചെറിയൊരു ഉപാധി വെച്ചിട്ടാണെങ്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കാൻ തയ്യാറായി എങ്കിൽ നാം ഒന്ന് ചിന്തിക്കുക. 5 നേരം നിസ്കരിക്കുന്ന, അള്ളാഹിന്റെ പ്രവാചകന്റെ മേലൊരു സ്വലാത്തെങ്കിലും ചൊല്ലുന്ന, അള്ളാഹുവിനു വേണ്ടി ഒരു ദിക്റെങ്കിലും ചൊല്ലുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം എത്ര വട്ടം അള്ളാഹു സ്വീകരിച്ചു നമ്മളെ ദുആനെ? അപ്പൊ നമ്മൾ ദുആർക്കാൻ പോകുമ്പോ നമ്മുടെ ദുആ അള്ളാഹു സ്വീകരിക്കും എന്ന് വിശ്വാസം നമുക്ക് ഉണ്ടാവുക. അതന്നെ, ആ വിശ്വാസം നമുക്ക് ഉണ്ടാവുക. രണ്ടാമത്തെ ഒന്ന്, എപ്പോഴെങ്കിലും ഒരു തുള്ളി കണ്ണുനീർ വരിക, ഒരു തുള്ളി കണ്ണീര് നമ്മളെ കണ്ണിന്ന്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ മാതൃക. ചരിത്രം ഒന്നും പറഞ്ഞു നീട്ടണില്ല, സമയം ഒരുപാടായിട്ടുണ്ടെന്ന് അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കരഞ്ഞ് 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 നബിയുടെ കണ്ണീർ ചാലുകള് കവിളിലൂടെ ഒഴുകിയതിന്റെ പാട് ആ കവിളിൽ ദർശിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്ന് സ്വഹാബാ കിറാം പറഞ്ഞ ചരിത്രം നമുക്കറിയാലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞിട്ട് 2 കണ്ണിൽ നിന്നും ചാലിട്ടൊഴുകിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെവിടെ കരഞ്ഞത്? നമ്മളെവിടെ കരഞ്ഞത്? നമുക്കെവിടെ കണ്ണുനീർ തുള്ളികൾ വന്നത്? വന്നില്ല. അതുകൊണ്ട് നമ്മുടെ ദുആക്കൊക്കെ ഉത്തരം കിട്ടാൻ നമ്മൾ കണ്ണീർ തുള്ളി ഒലിപ്പിക്കുക. നമ്മുടെ ദുആക്കൊക്കെ ഉത്തരം കിട്ടാൻ നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ ഇരു കരങ്ങൾ ഉയർത്തുക. അതിനൊക്കെയുള്ള സാഹചര്യമാണ്, അതിനൊക്കെയുള്ള സദസ്സുകളാണ് ഇത്തരം സദസ്സുകൾ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ അടുത്ത കാലത്ത് പത്രമാധ്യമങ്ങളിൽ കൂടുതൽ സ്ഥാനം പിടിച്ചൊരു വാർത്ത എന്താ? തെരുവ് നായ്ക്കളുടെ ശല്യമാണ്. തെരുവ് നായ്ക്കളുടെ ശല്യം അല്ലേ? നമ്മുടെ പിഞ്ചോമന കുട്ടികളെ പോലും തൊട്ടിലോട്ട് താരാട്ട് പാടി ഉറക്കാൻ സാധിക്കുന്നില്ല, പ്രയാസാണ് അല്ലേ? അത് ഉറക്കി കടത്തിയാല് ആ കുട്ടിനെ തെരുവ് നായ കടിച്ചു വലിച്ചു കൊണ്ടുപോവാണ്.
ഹോസ്പിറ്റലിലെ ജീവനക്കാർ ICUവിൽ ശേഖരിച്ചു വെച്ച മാംസപിണ്ഡം, ഒരു മനുഷ്യനെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടെടുത്ത മാംസപിണ്ഡത്തെ ICUവിൽ കയറിക്കൊണ്ടാണ് സെക്യൂരിറ്റിക്കാരുടെ കണ്ണുകൾ വെട്ടിച്ചുകൊണ്ട് തെരുവ് നായ കടിച്ചു വലിച്ചു കൊണ്ടുപോണത്. ഇങ്ങനത്തെ ഘട്ടമാണ് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. മഴ കിട്ടാനില്ല, അള്ളാന്റെ അനുഗ്രഹമാവുന്ന മഴ നമുക്ക് വരുന്നില്ല. ഇതിന്റെയൊക്കെ കാരണം നാം ആവണില്ല എന്നതാണ്. അതുകൊണ്ട് ആ ഒരൊറ്റ കാര്യം സൂചിപ്പിക്കാനുള്ളൂ, നാം ആവുക. മുമ്പൊക്കെ തെരുവ് നായ്ക്കളെ കണ്ടാൽ നമ്മളൊന്ന് കുനിഞ്ഞൊരു കല്ലെടുത്താൽ മതി, ആ തെരുവ് നായ പിറകോട്ട് ഓടും. ഇവിടുത്തെ കാരണവരോട് ചോദിച്ചാൽ ഒരു കല്ലെടുക്കാൻ വേണ്ടി ഇങ്ങനെ കുനിഞ്ഞാൽ ആ നായ പിറകോട്ട് ഓടും. പക്ഷെ ഇന്നോ കല്ലെടുക്കാൻ പോലും സാഹചര്യം ഉണ്ടാവുന്നതിന് മുമ്പ് ആ നായ ചാടി കടിക്കാണ്, ആക്രമിക്കാണ്, വലിച്ചു കീറാണ്. എന്തേ കാരണം? അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയാണ്, മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ഷൈഇ. ആരാണോ അള്ളാനെ ഭയപ്പെട്ടത് അവനെ എല്ലാവരും ഭയപ്പെടും. അള്ളാനെ ആര് പേടിച്ചോ അവനെ എല്ലാവരും പേടിക്കും. അള്ളാനെ ആര് പേടിക്കാതിരുന്നോ അവനാർക്കും പേടിണ്ടാവൂല. നമ്മൾ അള്ളാനെ പേടിച്ചാൽ നമ്മെ എല്ലാവരും പേടിക്കും. നാം അള്ളാനെ പേടിച്ചില്ലെങ്കിൽ നമ്മെ ആരും പേടിക്കൂല. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അള്ളാനെ പേടിക്കണം. നമ്മൾ അള്ളാനെ പേടിക്കുമ്പോ എല്ലാ ജീവജാലങ്ങൾക്കും നമ്മെ പേടിണ്ടാവും. അള്ളാനെ പേടിക്കാൻ നാം എന്ത് ചെയ്യണം? അള്ളാനെ അറിയണം. അള്ളാനെ അറിയാൻ എന്ത് ചെയ്യണം? അള്ളാനെ അറിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. ആരാണ് സ്വശരീരത്തെ അറിഞ്ഞവൻ അവനാണ് റബ്ബിനെ അറിഞ്ഞവൻ. മൻ അറഫ നഫ്സഹു, ആരാണ് തന്റെ ശരീരത്തെ അറിഞ്ഞവൻ, ഫഖദ് അറഫ റബ്ബഹു, അവനാണ് അവന്റെ രക്ഷിതാവിനെ അറിഞ്ഞവൻ. അപ്പൊ നാം നമ്മുടെ ശരീരത്തെ അറിയാം. നമ്മുടെ ശരീരത്തെ നാം അറിഞ്ഞാൽ നാം നമ്മുടെ രക്ഷിതാവിനെ അറിഞ്ഞു. നാം നമ്മുടെ രക്ഷിതാവിനെ അറിഞ്ഞാൽ നമ്മുടെ രക്ഷിതാവിനെ പേടിയുണ്ടായി. നമ്മുടെ രക്ഷിതാവിനെ പേടിയുണ്ടായാൽ അൽഹംദുലില്ലാഹ് എല്ലാ സൃഷ്ടിജാലങ്ങളും നമ്മെ പേടിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കുക. അൽഹംദുലില്ലാഹ് നല്ലൊരു സദസ്സാണ്. ഇനി സ്വലാത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത്. ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. മറ്റു കാര്യങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാക്കുകയാണ്. അൽഹംദുലില്ലാഹ് ഇവിടുത്തെ സംഘാടകര് അന്നദാനവും ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട്. ഭക്ഷണമൊക്കെ പാക്കറ്റായി കഴിഞ്ഞു. സംഘാടകർ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. പരിപാടി എപ്പോൾ അവസാനിക്കുന്നുവോ അപ്പൊ അൽഹംദുലില്ലാഹ് ഈ പരിപാടിയുടെ ചീരണിയായിട്ട് എല്ലാവർക്കും ഓരോ പൊതിച്ചോറ് നൽകാൻ അൽഹംദുലില്ലാഹ് തയ്യാറായി നിൽക്കുകയാണ്. ഇതിന്റെ ബാക്കിൽ പ്രവർത്തിച്ച പ്രത്യേകിച്ച് ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികളെ മുക്തകണ്ഠം പ്രശംസിക്കാൻ, ഇതിനു വേണ്ടി ഓടി നടന്ന പ്രവർത്തകർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുലോക വിജയം നൽകട്ടെ. ഒരുപാട് ഉമ്മ പെങ്ങന്മാർ തടിച്ചു കൂടിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും സാന്നിധ്യത്തെ സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് ഇവിടെ സംഘാടകര് തേൻകുപ്പി കൊടുത്തിട്ടുണ്ട്. ഏത് സദസ്സിൽ ചെല്ലുകയാണെങ്കിലും ഒരു തേൻകുപ്പിയെങ്കിലും തരണം എന്ന് പറയാറുണ്ട്. ഇവിടെ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. അതുകൊണ്ട് വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഇതിങ്ങനെ പറഞ്ഞു കണ്ട് നീട്ടേണ്ട സാഹചര്യം ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കില്ല. ഇവിടെയൊക്കെ താല്പര്യം ഉണ്ടായതുകൊണ്ട് വളരെ പെട്ടെന്ന് നിങ്ങൾ ഏറ്റുകൊണ്ടുപോകും എന്ന വിശ്വാസത്തിലാണ്. വലിയ 3 കുപ്പി അല്ലേ? 3 കുപ്പി ഉണ്ടാവും. 3 കുപ്പിയുണ്ട്. അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ആര് വിളിച്ചു കൊണ്ടുപോകുന്നുവോ അവർക്ക് എല്ലാവിധ ആയുരാരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ. പടച്ചവനെ, ഈ സദസ്സിൽ നിന്ന് അവർ പറയുന്നതനുസരിച്ച് ജീവിതം കെട്ടിപ്പടുക്കാൻ ഈ തെൻകുപ്പി ഏറ്റുകൊണ്ടുപോകുന്ന മാതാവിന് സ്നേഹമുള്ള ആളുകൾക്ക് ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഉമ്മമാര് മരണപ്പെട്ട ആളുകൾ ഉണ്ടാവും. ഉമ്മമാര് ജീവിച്ചിരിപ്പില്ല, ഉമ്മമാർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ആ ഉമ്മയോട് അതിരറ്റ സ്നേഹം, ആ സ്നേഹമുള്ള ആളുകൾ ഒരു 3 ആൾക്ക് വേണ്ടിയിട്ടാണ് ഇൻഷാ അല്ലാഹ് ഈ തേൻകുപ്പി ഞാൻ നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഞാനൊരു സംഖ്യ നിങ്ങളോട് പറയും, പക്ഷെ ഇപ്പൊ പറയില്ല. എത്ര സംഖ്യക്ക് പറഞ്ഞാലും ഞാൻ അതെടുക്കാൻ തയ്യാറാണ്, എന്റെ ഉമ്മക്ക് വേണ്ടി എന്ന് നിയ്യത്തുള്ളവർക്കാണ് ഇത് തരുള്ളൂ. വലിയ സംഖ്യ ഞാൻ പറയൂല. എവിടെയും പറഞ്ഞിട്ടില്ല വലിയ സംഖ്യ. എവിടെയും ഞാൻ എന്റെ നാവ് കൊണ്ട് വലിയ സംഖ്യ പറയില്ല. പറയുന്നവരടുത്ത് നിന്ന് ഇങ്ങനെ വാങ്ങി എഴുതിക്കല്ലാണ്ട്. എന്നാൽ ഇവിടെ വെച്ച് ഞാനൊരു സംഖ്യ പറയും, പക്ഷെ വലുതൊന്നും പറയില്ല. ധൈര്യപൂർവം
ഞാനത് എത്ര സംഖ്യക്കാണെങ്കിലും എന്റെ മരണപ്പെട്ടു പോയ ഉമ്മയുടെ പാരത്രിക മോക്ഷത്തിന് വേണ്ടി ഞാനിതാ ഇവിടുന്ന് ഏറ്റുവാങ്ങാൻ തയ്യാറാണ് എന്ന് താല്പര്യമുള്ള 3 പേർക്കാണ് ഇൻഷാ അല്ലാഹ് ഈ 3 തേൻകുപ്പിയുടെ കൊടുക്കുന്നത്. അത് അവരുടെ ഉമ്മയുടെ പാരത്രിക മോക്ഷത്തിന് വേണ്ടിയിട്ടാണ്. എത്ര സംഖ്യ പറഞ്ഞാലും ഏതായാലും ഒരു 10,000-ന് മുകളിലൊന്നും ഞാൻ എന്തായാലും പറയില്ല. അങ്ങനെയൊന്നും ആരും ടെൻഷൻ അടിക്കണ്ട. ഇൻഷാ അല്ലാഹ് എത്ര സംഖ്യ പറയുകയാണെങ്കിലും ആ സംഖ്യക്ക് ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് പറയണം. കാരണം അതിന് കൂലി വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. മറിച്ച് ഞാനൊരു സംഖ്യ പറഞ്ഞാലേ അത് എങ്ങനെയൊക്കെ ഉണ്ടായി കൊടുക്കാലോ എന്നുള്ള ലക്ഷ്യമായിരിക്കും. ഇപ്പൊ കമ്മിറ്റിക്കാർ എങ്ങനെയൊക്കെ ഇപ്പൊ പിരിച്ചുവിടണം എന്ന് ചിന്തിക്കുന്നത് പോലെ, അതിന് മണ്ടപ്പതൊന്ന് നിർത്തി കിട്ടുക എന്ന് ചിന്തിക്കുന്നത് പോലെ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, എങ്ങനെയെങ്കിലുമൊക്കെ ഒരു സംഖ്യ പറഞ്ഞാൽ അത് ഉണ്ടായി കൊടുക്കാം. പക്ഷെ അങ്ങനെ സംഖ്യ പറയണില്ല. ഏതെങ്കിലും ഒരു 3 പേർ എന്റെ ഉമ്മയുടെ എന്റെ വാപ്പയുടെ പാരത്രിക മോക്ഷത്തിന് വേണ്ടി അല്ലാഹ് ഈ സദസ്സിൽ നിന്ന് ഞാൻ ഈ തേൻകുപ്പി ഏറ്റുകൊണ്ടുപോകാൻ വാടാനപ്പള്ളിയിലെ 34 വയസ്സുള്ള അബ്ദുൽ ഹക്കീം, 63 വയസ്സുള്ള ജുമൈല എന്ന് പറയുന്ന ഉമ്മയെ അതിനിഷ്ഠൂരമായി കൊലപ്പെടുത്തി തൃശൂർ ജില്ലയിലെ നാം വായിച്ചു, പത്രമാധ്യമങ്ങളില് നാം കണ്ടു, സോഷ്യൽ മീഡിയകളില്. ഒരു റമദാനിന്റെ 16-ാം നാളിന്റെ അന്ന് ഉച്ചഭക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അബ്ദുൽ ഹക്കീം തന്റെ വീട്ടിലേക്ക് കയറി വരുമ്പോ ജുമൈല എന്ന് പറയുന്ന 63 വയസ്സുള്ള ഉമ്മ, ആ ഉമ്മ ഭക്ഷണം എടുത്തു കൊടുക്കാണ് സ്വന്തം മകനിക്ക്. ഭക്ഷണം പകലിൽ കൊടുക്കൽ നിഷിദ്ധമാണെന്നറിയാം, എങ്കിലും അനുവദിക്കപ്പെട്ടവർക്കല്ലാതെ ഭക്ഷണം കൊടുക്കാൻ പാടില്ലെന്നറിയാം. പക്ഷേ മകനോടുള്ള അതിയായ താല്പര്യം കൊണ്ട്, സ്നേഹം കൊണ്ട്, വാത്സല്യം കൊണ്ട് ഈ ഉമ്മ ഭക്ഷണം കൊടുത്തപ്പോ ആ ഭക്ഷണത്തിലേക്ക് ഒഴിക്കേണ്ട കറി നൽകുമ്പോ ആ കറി ചുമറിൽ ഒഴിച്ചിട്ട് അതിങ്ങനെ കുഴച്ച് വായിലേക്ക് വെക്കുമ്പോ അതിനൽപ്പം ഉപ്പ് കുറവാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അബ്ദുൽ ഹക്കീം എന്ന് പറയുന്ന വിധി നടപ്പാക്കുന്നവന്റെ അടിമ എന്ന് പറയുന്ന ആ 34 വയസ്സുള്ള ചെറുപ്പക്കാരൻ സ്വന്തം ഉമ്മയെ അടിച്ചു, സ്വന്തം ഉമ്മയുടെ തരിമൂക്കിനിടിച്ചു. എന്നിട്ട് രക്തം ചാരിട്ടൊഴുകി. അവന്റെ ദേശം നിൽക്കാൻ വന്നപ്പോ സ്വന്തം ഉമ്മയുടെ മുടിക്കുട്ടി പിടിച്ചിട്ട് ചുമരിലേക്ക് ചേർത്ത് പിടിച്ച് അടിച്ചിട്ട് സ്വന്തം ഉമ്മയെ ആക്രമിച്ചിട്ട് അവന്റെ ദേശം നിൽക്കാൻ വന്നപ്പോ സ്വന്തം ഉമ്മയെ മുറ്റത്തേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്ന്, അല്ലാഹുവേ നീ കാക്കണേ റഹ്മാനെ, സ്വന്തം ഉമ്മയെ 10 മാസത്തോളം ഗർഭം ചുമന്ന് നൊന്ത് പ്രസവിച്ച ഉമ്മയെ, ആ ഉമ്മയെ വലിച്ചു കൊണ്ടുവന്ന് നടുമുറ്റത്തിട്ട് നെഞ്ചത്ത് കയറി നിന്ന് നൃത്തതാണ്ഡവമാടി ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തിയ അബ്ദുൽ ഹക്കീം ജുമൈല എന്ന് പറയുന്ന സ്വന്തം ഉമ്മയെ, 63 വയസ്സുള്ള ഉമ്മയെ എവിടെ കൊണ്ടുപോയി വെക്കും ഈ പാപങ്ങളെ? ആ അബ്ദുൽ ഹക്കീമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. ആ ഉമ്മയുടെ പാരത്രിക ജീവിതം അല്ലാഹു ധന്യമാക്കി കൊടുക്കട്ടെ. 10 മാസത്തോളം നമ്മെ ഗർഭം ചുമന്ന ഉമ്മ, ആ ഉമ്മയുടെ ആ ഒരു പ്രസവ വേദന എത്രയായിരിക്കും? അത് ഓർത്തിട്ട് ഉമ്മ മരണപ്പെട്ട ഏതെങ്കിലും ഒരു 3 പേർ, അല്ലാഹുവേ എന്റെ ഉമ്മയുടെ പാരത്രിക മോക്ഷത്തിന് വേണ്ടി ഇതാ ഈ സദസ്സിൽ നിന്ന് ഞാൻ തേൻകുപ്പി ഏറ്റുകൊണ്ടുപോവാൻ വലിയ സംഖ്യയൊന്നും പറയില്ല, പക്ഷേ നിങ്ങളുടെ നിയ്യത്ത് ശരിയാവാൻ വേണ്ടി മാത്രമാണ് സംഖ്യ ആദ്യം പറയാത്തത്. അതുകൊണ്ട് 3 പേർ ആരെങ്കിലും എഴുന്നേറ്റ് നിന്നാൽ അവർക്ക് വേണ്ടി ഇവിടെ ഒരു ദുആ നടത്തിയിട്ട്, സ്വന്തം ഉമ്മ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ പാരത്രിക മോക്ഷത്തിന് വേണ്ടി, അല്ല പിതാവാണ് മരണപ്പെട്ടതെങ്കിൽ അവരുടെ ബർസഖിയ ജീവിതം ധന്യമാവാൻ വേണ്ടി, അതല്ല കുടുംബത്തിലെ മറ്റു വല്ല ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഹദിയ ചെയ്യുന്നതെങ്കിൽ അവരുടെ പാരത്രിക മോക്ഷത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ഏതെങ്കിലും 3 പേര് എഴുന്നേറ്റ് നിന്ന് ഈ സദസ്സിൽ നിന്ന് ഈ 3 തേൻകുപ്പി ഓരോരുത്തരായി കൊണ്ടുപോകണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ദീർഘമായി സംസാരിക്കാൻ സമയമല്ല, ഒരു 3 പേർ വരിക. സംഖ്യ ഞാൻ പറയാം. ഇതെന്തിനെന്നറിയോ? നാസിർ ഫൈസി ഉസ്താദ് പറഞ്ഞതും റഹ്മാനി ഉസ്താദ് പറഞ്ഞതും ഞാൻ ഇവിടെ കണ്ട് അനുഭവിച്ചതും 500 കസേര തികഞ്ഞതും ഒക്കെ സത്യമാണ് എന്നൊന്നും കൂടി ഉറപ്പിക്കാനാണ്. ഒരു 3 പേർ, ഒരാൾ എണീറ്റാലേ മറ്റാൾ എണീക്കുള്ളൂ എന്ന ധാരണ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യപ്പെട്ട ആളൊന്ന് എഴുന്നേറ്റ് നിൽക്കുക. ഇൻഷാ അല്ലാഹ് നമുക്കത് അവസാനിപ്പിച്ച് പിരിയണം. സംഘാടകർ എന്നെ തന്നെ ഉറ്റുനോക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് ഒരു മാന്യ സഹോദരൻ വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു നാരിയത്ത് സ്വലാത്ത് ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമ്മ അലാ സയ്യിദിനാ മുഹമ്മദിനില്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ വതൻഫർജു ബിഹിൽ ഖുറബ വതുഖലാ ബിഹിൽ ഹവായിജ് വതുനാലു ബിഹിർ റഗായിബ് വഹുസ്നുൽ ഖവാതിം വയസ്തസ്കൽ അമാമു بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയതായ നാരിയത്ത് സ്വലാത്തുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അതിന്റെ ബറക്കത്ത് കൊണ്ട് ഈ തേൻകുപ്പി എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ടാണോ ഈ മാന്യ സഹോദരൻ ഇവിടെ നിന്ന് ഏറ്റുകൊണ്ടു പോകുന്നത്, ആ ഉദ്ദേശങ്ങളെ നീ സഫലീകരിക്കണേ മന്നാനെ. എല്ലാവിധ പ്രയാസ
പ്രയാസങ്ങളെയും തീർത്ത് സലാമത്താക്കണേ അല്ലാ. കുടുംബത്തിൽ ബറക്കത്ത് നൽകണം റഹ്മാനെ. എത്ര സംഖ്യക്ക് പറഞ്ഞാലും വാങ്ങും അല്ലേ? ഇൻഷാ അല്ലാഹ് കൊണ്ടേക്കോളി. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അടുത്തൊരാൾ വരി പോയിക്കോളി ഇൻഷാ അല്ലാഹ്. ഒരാളായിട്ടുള്ളൂ. 3 കുപ്പി ഉണ്ട് ഇൻഷാ അല്ലാഹ്. ഒരാളും കൂടി വരി. 2 പേർ. ഏതെങ്കിലും സഹോദരിമാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറയും. കൈപൊക്കല് പല ആവശ്യങ്ങൾക്കാവാം. ഒന്ന് തല ചൊറിയാനാവാം കൈപൊക്കലേ, ഒന്നിങ്ങനെ തല ചൊറിയാനാവാം, അല്ലെങ്കിൽ വാച്ചിൽ സമയം നോക്കാനാവാം. ഇങ്ങനെ എനിക്കൊരു സൂചന തരാൻ, സമയം ഇങ്ങനെ നോക്കിയാലും മതി, പക്ഷെ എനിക്കൊരു സൂചന തരാൻ ഇങ്ങനെ നോക്കാനും ആവാം. അങ്ങനെ പല രൂപത്തിലുണ്ട് കൈകൾ പൊക്കൽ. ആളുണ്ടെങ്കിൽ വരി, ഇല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കും. 2 പേരും കൂടി. അൽഹംദുലില്ലാഹ്. ഇല്ല, അപ്പൊ ഇൻഷാ അല്ലാഹ് സംഖ്യ പറഞ്ഞിട്ട് കൊടുക്കാം. സമയം വൈകിയെന്ന് തോന്നുന്നുണ്ട് അല്ലേ? അതുകൊണ്ടാണോ മേലാറ്റൂരിന്ന് ഞാൻ ഇതുവരെ ഓടി വന്നിട്ട് എനിക്ക് സമയം വൈകിയെന്ന് തോന്നുന്നില്ല. മാത്രമല്ല എന്നും തന്നെ പരിപാടി 1:15 2:15 സ്റ്റേജിൽ തന്നെ ഇറങ്ങുക. ചില സമയങ്ങളിൽ പകല് ഉറക്കോ വിശ്രമോ അതൊന്നുമില്ല, അതിനൊന്നും സാഹചര്യം ഉണ്ടാവാറില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് സമയം വൈകിയെന്ന് കരുതാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഒരു 2 പേരും കൂടി വരിക. 2 പേർക്കും കൂടി 2 കുപ്പി തേൻ കൊടുത്തിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. അതിനിടക്ക് ഇവിടെ കുറച്ച് തേൻ കുപ്പി ഉണ്ട്, അത് നിങ്ങളിലേക്ക് തരികയാണ് സംഘാടകർ. നിങ്ങളിലേക്ക് നൽകുമ്പോ 1001 രൂപക്ക് പറഞ്ഞാൽ പ്രയാസാവോ? സംഘാടകർ പറയും പ്രയാസാവോ? നിങ്ങൾ പറഞ്ഞോളൂ, നിങ്ങളുടെ നാടിന്റെ അവസ്ഥ നിങ്ങൾക്കല്ലേ അറിയാം, എനിക്കറിയില്ലല്ലോ. ചെറിയ കുപ്പിയാണ്. അൽഹംദുലില്ലാഹ് ഇൻഷാ അല്ലാഹ് ചെറിയ കുപ്പിയാണ്. 1001 പറയണ്ട, അത് കുറച്ച് കൂടും. ചെറിയ കുപ്പിയാണെന്ന് പറഞ്ഞു. ശരി, ബദരീങ്ങളുടെ സദസ്സാണ്. ഒരു 313 രൂപക്ക് ആ തേൻ കുപ്പി ഏറ്റുവാങ്ങി എല്ലാവരും നാരിയത്ത് സ്വലാത്ത് ചൊല്ലിട്ട് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. ആ ദുആയിൽ എല്ലാവർക്കും പങ്കാളിയാവാം. നാരിയത്ത് സ്വലാത്തിന്റെ ഒരു പ്രത്യേകത എന്താ? നിങ്ങള് നാരിയത്ത് സ്വലാത്തിനെ കുറിച്ച് മഹാന്മാർ പറയാണ്, നാരിയത്ത് സ്വലാത്ത് ചൊല്ലിട്ട് എവിടെ ദുആ ചെയ്യണോ ആ ദുആ പെട്ടെന്ന് പടച്ചോ സ്വീകരിക്കും. അതിനൊരു ഉദാഹരണം പറഞ്ഞു. ഒരു വൈക്കോൽ കൂനുണ്ട് ഈ സദസ്സിൽ. ഇവിടെ എവിടെയെങ്കിലും ഒരു വൈക്കോൽ കൂനുണ്ട്, നല്ല ഉണങ്ങി പാകമായ വൈക്കോൽ കൂന. ആ വൈക്കോൽ കൂനയിലേക്ക് ആരാണോ ഒരു തീപ്പെട്ടിക്കൊള്ളി വരച്ച് കിട്ടു, ആരോ ഒരാൾ ആ വൈക്കോൽ കൂന എത്ര പെട്ടെന്ന് തീ പിടിച്ച് അത് കത്തിയമരും, അതിനേക്കാൾ സ്പീഡായിട്ടാണ് നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയിട്ട് അള്ളാഹിനോട് അങ്ങോട്ട് ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും. ഇത് കൊണ്ടേക്കോളി, സംഘാടകർ കൊണ്ടുപോയി ഇൻഷാ അല്ലാഹ്. ഒരു 313 രൂപ വെച്ചിട്ട് ഓരോരുത്തരടുത്തും വായിക്കോളി. സഹോദരിമാരെ ഭാഗത്തേക്കും കൊടുക്കുകയും ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. 313 തരാൻ പറ്റാത്തവരുണ്ടെന്ന് മനസ്സിലാക്കണില്ല. ഇൻഷാ അല്ലാഹ് കസേര ഇവിടുന്ന് പിരിക്കേണ്ടി വന്നിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ തേൻകുപ്പി വളരെ പെട്ടെന്ന് തീർക്കണം. ഇവിടെ 2-3 സ്വർണ്ണാഭരണങ്ങൾ കിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. നമ്മുടെ സഹോദരിമാർ വളരെ താല്പര്യത്തോടുകൂടെ ഒരു മോതിരം ഒരു സഹോദരി ഇവിടെ കയ്യിൽ തന്നിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അതുപോലെ വേറെ ഒരു സ്വർണ്ണാഭരണം കിട്ടിയിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ചില സഹോദരിമാർക്കൊക്കെ സ്വർണ്ണം കൊടുക്കാൻ വലിയ താല്പര്യമാണ് സ്വർണം കൊടുക്കാൻ. ചില ഉസ്താദുമാർക്ക് സ്വർണം ചോദിക്കാൻ താല്പര്യം, അതും കൊടുത്തോളൂ ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുഖപ്പെടുത്തി കൊടുക്കട്ടെ. അതെ, ഇൻഷാ അല്ലാഹ്. സഹോദരിമാര് സ്വർണ്ണാഭരണം നൽകാൻ വലിയ താല്പര്യം. എന്താ പറയണു സംഘാടകർക്ക്? എന്താ പറയാനുള്ളത്? എന്താ 40 ഒരാള് അൽഹംദുലില്ലാഹ് 40 കസേര നൽകിയ ആള് സന്താന സൗഭാഗ്യത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അതേപോലെ ഇൻഷാ അല്ലാഹ് തേൻകുപ്പി ഏറ്റുവാങ്ങുന്നവരൊക്കെ പ്രത്യേക ഉദ്ദേശങ്ങൾ വെക്കുക. അതെല്ലാം നമുക്ക് ഇവിടെ വെച്ചിട്ട് അള്ളാഹിന്റെ മുമ്പിലേക്ക് സമർപ്പിക്കുക. ആ ദുആന്റെ മുമ്പ് തേൻകുപ്പി വളരെ പെട്ടെന്ന് നിങ്ങൾ ഏറ്റുവാങ്ങുക. 1001 പറഞ്ഞാൽ അത് പ്രയാസാവുമെന്ന് വിചാരിച്ചിട്ട് സംഘാടകർ തന്നെ പറയണ് 1001 വേണ്ട, നിങ്ങൾ അതിൽ കുറച്ച് കൊടുത്തോളി, കുഴപ്പമില്ല. അപ്പൊ ഒരു 313 വാങ്ങിക്കോ. ചെറിയ കുപ്പിയാണെന്നാ പറയുന്നത്. ഇൻഷാ അല്ലാഹ് തേനിനെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞത് ഫീഹി ശിഫാഉൽ ലിന്നാസ് എന്നാണ്. 3 കുപ്പിക്ക് ആള് വന്നിട്ടില്ല. 3 കുപ്പിയിൽ 2 ബാക്കിയുണ്ട്, അതിനാൾ വന്നിട്ടില്ല. ഇൻഷാ അല്ലാഹ് അതും പെട്ടെന്ന് വരണം. ദുആയിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ട് ഉദ്ദേശമുള്ളവർ നിയ്യത്തുള്ളവർ വരണം. ഒരു കുപ്പിന്റെ കാശ് പറഞ്ഞിട്ടില്ല. 3 കുപ്പിക്ക് ഒന്നിച്ച് കാശ് പറയാ, 2 കുപ്പിക്ക് ആള് വന്ന് വാങ്ങുക. 10,000ന്റെ മുകളിലൊന്നും ഏതായാലും പറയില്ല. അപ്പൊ വിചാരിക്കും 10,000 പറയോ, 10,000 പറയണില്ല. ഇൻഷാ അല്ലാഹ് അങ്ങനെയൊന്നും ആരും വിചാരിക്കണ്ട. ഇനിയിപ്പോ പോയാലും എത്ര പോയാലല്ല കിട്ടിയാലാണ്. തങ്ങൾ ഒരു ആടിനെ അറുത്തു.
എന്നിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് അത് വിതരണം ചെയ്യാൻ പറഞ്ഞു. അത് വിതരണം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ചോദിച്ചു, ഇനി അതിൽ എന്ത് ബാക്കിയുണ്ട്? മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഒരു കുറക് ബാക്കിയുണ്ട്, അല്ലാത്തതൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞു. ഒരു കുറക് ബാക്കിയുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണ, ആയിഷ ഒരു കുറകല്ലാത്തതൊക്കെ ബാക്കിയായി എന്ന് പറ. ഒരു കുറകല്ലാത്തതൊക്കെ ബാക്കിയായി. കുറക ഇനി ഇവിടെ ഉണ്ട്, ബാക്കിയെല്ലാം അള്ളാഹുവിന്റെ ഭാഗത്തേക്ക് നമുക്ക് നീക്കി വച്ചിരിക്കുന്നു. അതാണ് ബാക്കിയായിട്ടുള്ളത്, ഇതാണ് നമുക്ക് നഷ്ടം എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുത്തുമ്പോ വലിയ സംഖ്യ കൊടുത്താലും അത് നഷ്ടാവൂല. അതാണ് നമുക്ക് ബാക്കി ഉണ്ടാവുക, നാളേക്ക് വേണ്ടി ഉപകരിക്കുന്ന അമലായി മാറുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് സഹോദരിമാരുടെ ഭാഗത്തു നിന്ന് സ്വർണം വന്നത് കൊണ്ട് ഒരൊറ്റ ചരിത്രം ഞാൻ പറയാണ്. ഒറ്റ ചരിത്രം സഹോദരിമാർക്ക് വേണ്ടിയിട്ട്. എന്തിനാണെന്നറിയോ? സഹോദരിമാർ സ്വർണം തന്നതുകൊണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു ചരിത്രം സഹോദരിമാർക്ക് വേണ്ടി പറഞ്ഞൂടെ? വിഷമാകുമോ? വിഷമാകുമോ നിങ്ങൾക്ക്? ഇല്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബഹി നിസ്കാരം കഴിഞ്ഞാൽ എന്നും ഫാത്തിമ ബീവിന്റെ വീട്ടിൽ വരും. ആദ്യം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വരും. പറഞ്ഞില്ല, ആർക്കും വിഷമം ഉണ്ടാവരുത് എന്ന് അൽഹംദുലില്ലാഹ് സംഘാടകർ പറയണം. 313 പറഞ്ഞിട്ട് ആർക്കും വിഷമം ഉണ്ടാകരുത്. താല്പര്യമുള്ളവർ 313 തന്നെ കൊടുക്കുക. അല്ലാത്തവർ ഇനി വിഷമം ഉണ്ടാവരുത്, എത്രയാണെങ്കിൽ നിങ്ങൾ അതിനൊരു സംഭാവന കൊടുത്തിട്ട് അത് ഏറ്റുവാങ്ങുക എന്ന് പറഞ്ഞിട്ട് വളരെ പെട്ടെന്ന് പരിപാടി അവസാനിപ്പിക്കാനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നിങ്ങളെ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അത് വീണ്ടും അങ്ങനെ വന്ന് പറയുന്നത്. അതിലൊരു വിഷമം ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സംഖ്യക്ക് നിങ്ങൾ അത് വാങ്ങണം. 313 കഴിയുന്നവർ മഹാന്മാരായ ബദരീങ്ങളുടെ നാമത്തിന്റെ എണ്ണത്തിന്റെ കണക്കാണ് 313. അത് വെച്ചിട്ട് നിങ്ങൾ 313 കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ. അതല്ല, ഒരാൾ ഉദ്ദേശിക്കുകയാണ് എനിക്ക് 313 ഇല്ലല്ലോ, അത് കാരണം എനിക്ക് തേങ്കുപ്പി സ്വീകരിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നാർക്കെങ്കിലും വിഷമമുണ്ടെങ്കിൽ നിങ്ങൾ എത്രയാണോ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശിച്ച സംഖ്യ കൊടുത്തുകൊണ്ട് വാങ്ങാൻ ഇവിടെ നിന്ന് സംഘാടകർ. കാരണം അങ്ങനെ കരുതിയിട്ട് ആർക്കും ഇത് കിട്ടാതെ എന്ന് വിചാരിച്ച് സംഘാടകർ സൗകര്യം ചെയ്തു തരാൻ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് സഹോദരിമാരെ പറഞ്ഞു വന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബഹിയുടെ ശേഷം എന്നും മഹദിയായ ഫാത്തിമ ബിയുടെ വീട്ടിൽ കയറും. എന്നും വയല് പറയല്ല, വയലൊക്കെ ഇവിടെ കുറെ കഴിഞ്ഞു. എന്നും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കയറിയിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ വീട്ടിലേക്ക് പോവുക. സുബഹി നിസ്കാര ശേഷം ഒരു ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമയുടെ വീട്ടിലേക്ക് പോവാൻ. ആ സമയത്ത് ഫാത്തിമ ബീവി തന്റെ ഉമ്മറപ്പടിയിൽ നിൽക്കാൻ. എന്താണ് കാരണം എന്നറിയോ? തലേ ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫാത്തിമത്തു ഖിതാതു കബ്ദി, എന്റെ കരളിന്റെ കഷ്ടമാണ് ഫാത്തിമ എന്ന് പറഞ്ഞ ഫാത്തിമ ബീവിയുടെ കയ്യിൽ അതാ ഒരു സ്വർണത്തിന്റെ മോതിരം കൊടുത്തിട്ടുണ്ട്. മഹാനായ അലി റളിയല്ലാഹു അൻഹു വെഡിങ് ആനിവേഴ്സറി ആയിട്ട് കൊടുത്തതാണ് സ്വർണ്ണമോതിരം മഹദിയായ ഫാത്തിമ ബീവിക്ക്. ഇത് തന്റെ പിതാവിനെ ഒന്ന് കാണിക്കാൻ വീടിന്റെ ഉമ്മറപ്പടിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് മഹദിയായ ഫാത്തിമ ബീവി. വീടിന്റെ ഉമ്മറപ്പടിയിൽ നിൽക്കുകയാണ്. കാരണം എന്താ? ഏത് മക്കളും സ്വർണം ധരിച്ച് കാണാൻ ഏറ്റവും കൂടുതൽ താല്പര്യമുണ്ടാവുക അവരുടെ പിതാക്കന്മാർക്കാണ്. ഈ കൂട്ടത്തിൽ പെൺമക്കളെ കല്യാണം കഴിച്ചു വിട്ട പിതാക്കന്മാരുണ്ടാകും. അവരോട് ചോദിച്ചാൽ അറിയാം, ആദ്യമായി പെൺകുട്ടി സ്വർണ്ണമണിഞ്ഞ് കാണണമെന്ന് ജ്വല്ലറിയിൽ നിന്ന് സ്വർണം എടുത്തു വന്നാൽ ആദ്യമായി താല്പര്യപ്പെടുന്നത്, ആഗ്രഹം വെക്കുന്നത് സ്വന്തം പിതാക്കന്മാരാണ്. ആ പിതാക്കന്മാര് സ്വന്തം പെൺമക്കൾ അണിയുന്ന സ്വർണം കാണാൻ എത്രയോ സന്തോഷത്തോടെ കാത്തു നിൽക്കാൻ എന്നതുപോലെ ഫാത്തിമ ബീവി ധരിക്കുക. എന്റെ സ്വർണത്തിന്റെ മോതിരം ഒന്ന് കാണിച്ചു കൊടുക്കണം മഹാനായ പ്രവാചകന്, എന്റെ പിതാവിന് സ്വർണത്തിന്റെ മോതിരം കാണിച്ചു കൊടുക്കണം എന്ന ലക്ഷ്യത്തോടുകൂടെ ആ വീടിന്റെ ഉമ്മറപ്പടിയിൽ നിൽക്കുമ്പോ പ്രവാചകൻ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഫാത്തിമ ബീവിന്റെ വീട്ടിലേക്ക് ഇങ്ങനെ വരുമ്പോ ഫാത്തിമ ബീവി വീടിന്റെ ഉമ്മറപ്പടിയിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് സ്വർണത്തിന്റെ മോതിരം. കയറി വരിക. ഫാത്തിമ ബീവി ചോദിക്കുകയാണ്, അല്ല പിതാവേ, നിങ്ങൾ കണ്ടോ എന്റെ ഭർത്താവ് തന്ന സമ്മാനമാണിത്. എന്റെ ഭർത്താവ് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് എനിക്ക് നൽകിയ സമ്മാനമാണ് സ്വർണ്ണമോതിരം. ഈ സ്വർണ്ണമോതിരം നിങ്ങളെ ഒന്ന് കാണിക്കാൻ എത്രയോ സമയമായി ഞാൻ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ. പ്രവാചകൻ ഇങ്ങനെ നോക്കി. പ്രവാചകന്റെ മുഖം ചുവന്നു തൊടുത്തു, കോപത്താലുള്ള മുഖമായി മാറി. പ്രവാചകൻ തിരിച്ചു നടന്നു. വീട്ടിൽ കയറാതെ തിരിച്ചു നടക്കുമ്പോ മഹദിയായ ഫാത്തിമക്ക്
വിഷമമായി റളിയല്ലാഹു അൻഹ ഫാത്തിമ ബീവി ചോദിച്ചു, പ്രവാചകരെ എന്താണ് കാര്യം, അങ്ങ് തിരിഞ്ഞു പോകാൻ? എന്റെ വീട്ടിലേക്ക് കയറാണ്ട് ഒരു ദിവസം പോലും അങ്ങ് പോയിട്ടില്ല, ഇന്ന് എന്റെ വീട്ടിലേക്ക് കയറാണ്ട് അങ്ങ് പോവാൻ എന്താണ് കാരണം പ്രവാചകരെ എന്ന് ചോദിച്ചിട്ട് പിന്നാലെ കൂടി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പ്രവാചകനെ തടുത്തു നിർത്തി. എന്നിട്ട് പ്രവാചകനോട് ചോദിച്ചു, അല്ല പ്രവാചകരെ, അങ്ങന്റെ പിതാവ് മാത്രമല്ല റഹ്മത്തുൽ ലിൽ ആലമീൻ അല്ല പ്രവാചകരെ, ലോകത്തിന്റെ അനുഗ്രഹം അതല്ലേ, അതുകൊണ്ട് പ്രവാചകരെ അങ്ങ് പറയണം, എന്താണ് എന്നിൽ നിന്ന് തിരിഞ്ഞു കളയാൻ കാരണം? എന്റെ ഭർത്താവ് നൽകിയ സ്വർണ്ണമോതിരം ധരിച്ചതാണോ? മഹാനായ പ്രവാചകൻ തിരിഞ്ഞു നിന്നുകൊണ്ട് ചോദിച്ചു അത്രേ, അല്ല ഫാത്തിമ, നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? എങ്ങനെ ധൈര്യം വന്നു ഫാത്തിമ? മദീന പള്ളിയിലെ സുഫത്തിന്റെ അഹ്ലുകാരെ ദീൻ പഠിക്കാൻ പ്രയാസപ്പെടുമ്പോ, ഇവിടെ ദീൻ പകർത്താൻ പ്രയാസപ്പെടുമ്പോ, ദീനിന്റെ പ്രബോധനം നടത്താൻ പ്രയാസപ്പെടുമ്പോ, ദീനിയായ കാര്യങ്ങൾ നടത്താൻ പ്രയാസപ്പെടുമ്പോ, ഈ സംഘാടകർ പ്രയാസത്തിലാവുമ്പോ സ്വർണത്തിന്റെ മോതിരം കൈകളിൽ അണിയാൻ എങ്ങനെ ഫാത്തിമ നിനക്ക് ധൈര്യം വന്നു എന്ന് ഫാത്തിമ ബീവിയോട് പ്രവാചകൻ ചോദിക്കുമ്പോ മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പൊട്ടിക്കരഞ്ഞു. അന്ന് വരെ സ്വർണം ധരിക്കാത്ത ഫാത്തിമ, ആദ്യമായി സ്വർണ്ണമോതിരം ധരിച്ച ഫാത്തിമ, ആ ഫാത്തിമ ബീവി സ്വർണ്ണമോതിരം ഊരിക്കൊടുത്തുകൊണ്ട് പറഞ്ഞു അത്രേ, അല്ല പ്രവാചകരെ, വേണ്ട വേണ്ട, എനിക്ക് സ്വർണ്ണമോതിരം വേണ്ട, ഞാനിതാ ഊരിത്തരുന്നു ഇത് ദീനീ സംരംഭത്തിലേക്ക്, ഞാനിതാ നൽകുന്നു ഇത് സുഫത്തിന്റെ അഹ്ലുകാർക്ക്, ഞാനിതാ ഇത് നൽകുന്നു ദീനിന്റെ സംരംഭങ്ങൾക്ക്, അതുകൊണ്ട് എനിക്ക് സ്വർണ്ണമോതിരം വേണ്ട എന്ന് പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹദിയായ ഫാത്തിമ ബീവി പറഞ്ഞിട്ട് സ്വർണത്തിന്റെ മോതിരം അങ്ങോട്ട് ഊരിക്കൊടുത്തു ദീനിന് വേണ്ടിയിട്ട്. അൽഹംദുലില്ലാഹ്, ഇവിടെയും സഹോദരിമാർ ദീനിനു വേണ്ടി സ്വർണ്ണം ഊരി തന്നിരിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇത് ഏറ്റുകൊണ്ടുപോകാൻ ആള് വന്നില്ലെങ്കിൽ ഇത് ഞാൻ എടുക്കും, ഒരു സംഘാടകർക്ക് ഞാൻ കൊടുത്തുകൊണ്ട് ഇൻഷാ അല്ലാഹ്. ഒരു സഹോദരി ഇൻഷാ അല്ലാഹ് ഒന്ന് ഏറ്റെടുത്തിട്ടുണ്ട്. മരണപ്പെട്ടു പോയ അമ്മോശൻ, അമ്മായിമ്മ, മറ്റു കുടുംബാദികൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാൻ ഒരു തേൻകുപ്പി ഒരു സഹോദരി ഏറ്റെടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി മറ്റൊരു കുപ്പിയും കൂടെ ഉള്ളൂ, അത് കഴിഞ്ഞാൽ ഇനി വേറെ ഒന്നുമില്ല. ആ തേൻകുപ്പി കിട്ടിയ അവർ തരുന്ന വിലക്ക് കൊടുത്തോളി, കാരണം ആർക്കും പ്രയാസം ഉണ്ടാവരുത്. പ്രയാസമില്ലാണ്ട് കൈക്കലാക്കണമെന്ന് ഉദ്ദേശം ഉണ്ടാവും ചെയ്യും. പക്ഷെ എങ്ങനെ 313 ഞാൻ ഇപ്പൊ കൊടുക്കല്ലോ ഈ സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഇടയിൽ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ കരുതിയ വിലക്ക് കൊണ്ടേക്കോളെ ഇൻഷാ അല്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അയിമഞ്ഞ ഒരു വില പേശിങ്ങാണ്ട് നിൽക്കണ്ട ഇൻഷാ അല്ലാഹ്. 313 തന്നെ വേണമെന്നൊന്നുമില്ല, വളരെ പെട്ടെന്ന് കൊണ്ടേക്കോളെ ഇൻഷാ അല്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇതും വളരെ പെട്ടെന്ന് കൊണ്ടേക്കോളെ ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞു, 2 എണ്ണം ഇവിടെ പോയി, ഇനി ഒരു കുപ്പിയും കൂടെ ഉള്ളൂ ഇൻഷാ അല്ലാഹ്. അപ്പൊ ദിക്റും സലാത്തും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. ആജിയർ വാങ്ങിയിട്ടുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. ഇനി നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കാണ്, മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അൽഹംദുലില്ലാഹ്, ഈ ചേളാരി കൊടക്കാട് പ്രദേശത്ത് വന്നിട്ട് വളരെ താല്പര്യത്തോടു കൂടെ ദീനിന്റെ ഈ സദസ്സിനെ ധന്യമാക്കാൻ വേണ്ടി ഇത്ര സമയം ഇരുന്ന നമ്മുടെ ഈ ഇരുത്തത്തെ അല്ലാഹു സ്വീകരിക്കണം. അതിന് നമ്മുടെ മനസ്സുകൊണ്ട് പോലും ഒരു മോശമായ രൂപത്തിൽ ചിന്ത വരാൻ പാടില്ല. ഈ സദസ്സിൽ ഇരിക്കുന്നതിൽ എത്ര വൈകിയാലും ഞാൻ ദീനിയ അസാസിലാണ് ഇരിക്കുന്നത് എന്ന ഉദ്ദേശത്തോടു കൂടെ ഇരിക്കുക. ഇനി അധികം വൈകിക്കൂല. മാത്രമല്ല, പ്രയാസം ഇന്നലെയും പരിപാടി നിങ്ങൾ വന്നിരുന്നിട്ടുണ്ട്. ഇന്നലെ 11:30 മണി കഴിഞ്ഞു എന്ന് പറഞ്ഞു, ഇന്നിപ്പോ 11:30 ആയിട്ടും കഴിഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇന്നൊരു 12 മണിക്കെങ്കിലും 12 മണിക്ക് മുമ്പെങ്കിലും പിരിഞ്ഞു പോകണം. മാത്രമല്ല, ഭക്ഷണമൊക്കെ വിതരണം കിടക്കുമ്പോൾ തന്നെ സമയം ഒരുപാട് പിടിക്കും. അപ്പൊ അത്ര സമയമൊന്നും വഴുകാൻ പറ്റൂല. ഇൻഷാ അല്ലാഹ് ഇവിടെ ഒരു പ്രഭാഷണം കൂടി ഉണ്ടായതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങോട്ട് എത്താൻ തന്നെ വൈകിയത്. അത് അങ്ങനെ പറഞ്ഞ സംഘാടകർ കുറച്ച് വൈകിട്ട് എത്തിയ മതി, കാരണം അൻവർ മുഹിയുദ്ദീൻ ഉദവിയുടെ പ്രഭാഷണം ഉണ്ട്, അത് കഴിയുമ്പോൾ എത്തിയ മതി. സംഘാടകർ അറിയിച്ചതനുസരിച്ചാണ് അല്പം വൈകി വന്നത്. ഇൻഷാ അല്ലാഹ് വളരെ പെട്ടെന്ന് ദുആയിലേക്ക് പ്രവേശിക്കുക. നമ്മിന്ന് മരിച്ചുപോയവർക്കൊക്കെ വേണ്ടി ഒരു ഫാത്തിഹ ഓതുക. ഇൻഷാ അല്ലാഹ് ഹദിയ ചെയ്ത് ദുആ ചെയ്യുക. ഇലാ ഹദ്റത്ത് നബിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഹാസിദിൻ ഇദാ വഖബ വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വൻ നാസ്. ഇൻഷാ അല്ലാഹ് ആ തേൻകുപ്പി 3001 രൂപ പറഞ്ഞാൽ പ്രയാസാവോ? ആവോ? ഇൻഷാ അല്ലാഹ് ഒരു 3001 രൂപ ആ 3 പേർ ആ തേൻകുപ്പിക്ക് ഇൻഷാ അല്ലാഹ് സംഘാടകർക്ക് നൽകുക. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതെന്നെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് അത് പ്രയാസമല്ല എന്നാണ് പറഞ്ഞത്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മറ്റൊന്ന് നമ്മൾ ആചിക്കുകയാണ്, നമുക്ക് ഭക്ഷണം തന്ന ആചിക്കാം. മൂപ്പർക്ക് ഏതായാലും തരാൻ പ്രയാസമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. അള്ളാഹു ഭക്ഷണം നൽകിയതിന് സ്വർഗീയ ഭക്ഷണം നൽകി. ഇൻഷാ അല്ലാഹ് ആ തേന് കൊണ്ടുപോയ ആളുകൾ തേന് കഴിക്കേണ്ട രൂപം ഒന്ന് പെട്ടെന്ന് പറയണം. ഒരു 11 മണി കുരുമുളക് ആ തേനിലിടുക. തേന് വാങ്ങുന്നവർ 11 മണി കുരുമുളക് ആ തേനിലിട്ടിട്ട് ഇൻഷാ അല്ലാഹ് ഒരു 11 ഫാത്തിഹ സൂറത്ത്, 11 ആയത്തുൽ കുർസി, 11 നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയിട്ട് അതിൽ ഊതുക. 11 മണി കുരുമുളക് തേനിൽ നിക്ഷേപിക്കുക. എന്നിട്ട് 11 ആയത്തുൽ കുർസി, 11 ഫാത്തിഹ സൂറത്ത്, 11 നാരിയത്ത് സ്വലാത്ത്. അത് ഓർഡർ തെറ്റിയാലും പ്രശ്നമില്ല. 11 വീതം ഫാത്തിഹ, ആയത്തുൽ കുർസി, നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയിട്ട് ആ തേനിലൂത. എന്ത് ശാരീരികമായ അസുഖമാണെങ്കിലും മഹാന്മാരായ ബദരീങ്ങളുടെ നാമം പറഞ്ഞ സദസ്സെന്നാണ് ഞാൻ അത് ഏറ്റെടുത്തത് എന്ന നിയത്തോടു കൂടി നിങ്ങളത് കഴിക്കുക. ഇൻഷാ അല്ലാഹ് ആ അസുഖത്തിന് അള്ളാഹു ശമനം നൽകും. തീർച്ചയാണ്. വയനാട് ജില്ലയിൽ ഒരു പരിപാടിക്ക് ചെന്നപ്പോൾ ക്യാൻസർ പിടിപെട്ട ഒരു ഉമ്മയാണ് വളരെ താല്പര്യത്തോടു കൂടെ 5001 രൂപ പറഞ്ഞ ഉടനെ വാങ്ങിയത്. ആ ആളുകൾ പറയാണ് അവർക്ക് നിത്യവൃത്തിക്ക് പോലും കാശില്ലാതെ ജീവിക്കുന്ന ആളാ. ഭക്ഷണത്തിന് പോലും പിരിവെടുത്തിട്ടാണ് കൊടുക്കല്. പക്ഷേ അസുഖം സുഖമാവാൻ വേണ്ടി 5001 രൂപ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഏറ്റുവാങ്ങാം, പിരിച്ചിട്ടെങ്കിലും ഞാൻ ആ കാശ് തരുമെന്ന് പറഞ്ഞിട്ട് ഒരു ഉമ്മ ഇടപെട്ടപ്പോൾ അൽഹംദുലില്ലാഹ് 2 ദിവസത്തിന് ശേഷം കേൾക്കാൻ സാധിച്ച വാർത്ത, ആ ഉമ്മയുടെ ക്യാൻസർ ലവലേശമില്ലാണ്ട് ശരീരത്തിൽ നിന്ന് മാറിയിട്ടുണ്ട് എന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തി എന്നുള്ള വാർത്തയാണ് കേൾക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തേനിൽ ശിഫയുണ്ട്, ഫീഹി ശിഫാഉ ലിന്നാസ് എന്ന പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാണ്. ഇനി പ്രത്യേകം ദിക്റു സലാത്ത് ഒക്കെ മുമ്പ് ചൊല്ലിയുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റു കാര്യങ്ങളൊക്കെ ഒന്നും പ്രവേശിക്കുന്നില്ല. ദുആ കഴിയട്ടെ. നിങ്ങൾ പറയുമ്പോൾ ചെയ്യും, എനിക്ക് വിഷയമല്ല. സംഘാടക ഇൻഷാ അല്ലാഹ് പ്രത്യേകം സംഘാടകർ നിർദ്ദേശിക്കുന്നു, നിങ്ങൾ പോകുമ്പോൾ വളരെ സമാധാനത്തോടു കൂടെ 2 ലൈനായി നിന്നിട്ട് വേണം ഭക്ഷണം ഏറ്റുകൊണ്ടുപോവാൻ. അപ്പോൾ ഭക്ഷണം ആരും വെറുതെ കളയരുത്. കാരണം അന്നമാണ്, അത് എവിടെയെങ്കിലും വെറുതെ കളഞ്ഞാൽ അതിൻ്റെയൊക്കെ കുറ്റം ഈ സംഘാടകരും കൂടി ഏറ്റുവാങ്ങേണ്ടി വരുമോ എന്ന ബേജാറ് സംഘാടകർക്കുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വാങ്ങുന്നവർ അത് വളരെ താല്പര്യത്തോടു കൂടെ, അതിലേറെ അച്ചടക്കത്തോടു കൂടെ ഭക്ഷണം കൈപ്പറ്റണമെന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിഞ്ഞു പോകുന്നതോടുകൂടി ഒരു മുസാഫത്ത് കൂടി നടത്തണമെന്ന് സംഘാടകർ പറയുന്നുണ്ട്. ദുആക്ക് ശേഷം ഇൻഷാ അല്ലാഹ് ഓരോരുത്തരും വന്ന് ഒരു സലാം പറഞ്ഞ് പരസ്പരം ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
حمدا يوافي نعمه ويكافي مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك ولك الحمد ولك الشكر حتى ترضى اللهم صل على سيدنا محمد وعلى آل سيدنا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتذكرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الآيات من جميع الخيرات في الحياة وبعد الممات اللهم أوصل المبلغين مثل ثواب ما قرأناه من القرآن العظيم وما صليناه على النبي الكريم في هذا المجلس هدية واصلة ورحمة نازلة وبركة شاملة منا أول إلى حضرة روح نبينا وشفينا محمد المصطفى صلى الله عليه وسلم ثم إلى أرواح الأنبياء والأولياء والعلماء والشهداء والزهاد والصديقين والصالحين وإلى أرواح أهل بيت رسول الله صلى الله عليه وسلم وإلى أرواح أصحاب رسول الله صلى الله عليه وسلم وإلى أرواح أهل الخير كلهم أجمعين اللهم اجعل ثواب ذلك فداء لهم من النار اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم لديك اللهم وإلى حضرة من ماتوا منا ومن مات من بينهم خاصة ومن مات من المسلمين عامة إنك على كل شيء قدير اللهم اجعل قبورنا وقبورهم روضات من رياض الجنة ولا تجعل قبورنا وقبورهم حفرات من حفر النيران اللهم نور قبورنا وقبورهم بنور القرآن اللهم زين قبورنا وقبورهم بزينة القرآن اللهم عظم قبورنا وقبورهم بعظمة القرآن اللهم وسع قبورنا وقبورهم ببركة القرآن ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم بارك لنا في أفعالنا وأعمالنا خصوصا في أمرنا لا سيما في اجتماعنا وكل معاملاتنا رب العالمين اللهم بحق نبينا محمد المصطفى صلى الله عليه وسلم وعلى آله وصحبه أجمعين اللهم ഞങ്ങൾ പാരായണം ചെയ്ത പരിശുദ്ധ ഖുർആൻ സൂറത്തുകൾ നീ സ്വീകരിക്കണേ അല്ലാഹ് സ്വലാത്തുകൾ നീ സ്വീകരിക്കണേ തമ്പുരാനെ ഇവിടെ ചൊല്ലിയതായ അദ്കാറുകളെ സ്വീകരിക്കണേ അല്ലാഹ് മഹാന്മാരായ ബദരീങ്ങളുടെ നാമങ്ങൾ പറഞ്ഞതിനെ സ്വീകരിക്കണേ തമ്പുരാനെ ഇവിടെ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ നീ കബൂലാക്കണേ അല്ലാഹ് ഞങ്ങളുടെ സാന്നിധ്യത്തെ നീ കബൂലാക്കണേ റഹ്മാനെ പടച്ചവനെ ഞങ്ങളുടെ കൈകളെ നീ സ്വീകരിക്കണേ അല്ലാഹ് ഹായിബായി മടക്കലിനെ തമ്പുരാനെ വെറുതെയാക്കലിനെ റഹ്മാനെ ഞങ്ങളെ നിരാശപ്പെടുത്തല്ലേ അല്ലാഹ് പടച്ചവനെ ഒരുപാട് പ്രയാസങ്ങളിലാണ് പ്രശ്നങ്ങളിലാണ് ആവലാദികളിലാണ് വേവലാദികളിലാണ് ആശങ്കകളിലാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവിധ പ്രയാസങ്ങളെയും തീർത്ത് സലാമത്താക്കണേ അല്ലാഹ് എല്ലാ പ്രയാസങ്ങളെയും തീർത്ത് സലാമത്താക്കണേ റഹ്മാനെ ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ് ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ് ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ് ജീവിക്കുന്ന കാലം അത്രയും നിന്റെ താഴത്തിലാ ജീവിക്കുന്ന സജ്ജനങ്ങളിൽ പെടുത്തണേ റഹ്മാനെ ഫറളുകളെ നിലനിർത്താൻ സുന്നത്തുകളെ അധികരിപ്പിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ് പടച്ചവനെ പാപികളാണ് ഒരുപാട് അറിഞ്ഞും അറിയാതെയുമായി രഹസ്യപരസ്യമായി ചെറുതും വലുതുമായി തെറ്റുകൾ സംഭവിച്ചവരാ നിന്റെ മഹലായ ഫദ്ൽ കൊണ്ട് വിട്ടുപുറത്ത് മാഫാക്കി തരണേ അല്ലാഹ് നിന്റെ മഹലായ ഫദ്ൽ കൊണ്ട് വിട്ടുപുറത്ത് മാഫാക്കി തരണേ തമ്പുരാനെ പടച്ചവനെ നീ പുറത്തു തന്നില്ലെങ്കിൽ മഹാനായ ആദം നബി അലൈഹിസ്സലാം ദുആ ചെയ്തതുപോലെ ലനകൂനന്ന മിനൽ ഖാസിരീൻ ഞങ്ങൾ പരാജിതരാകുമല്ലോ ഞങ്ങൾ പ്രയാസത്തിലാകും തമ്പുരാനെ ഞങ്ങൾ നിരാശരാകുമല്ലോ അതുകൊണ്ട് ഞങ്ങളെ നീ നിരാശപ്പെടുത്തല്ലേ റഹ്മാനെ പടച്ചവനെ ഞങ്ങളുടെ ഹലാലായ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിക്കണേ അല്ലാഹ് ന്യായമായ ഉദ്ദേശങ്ങൾ സഫലീകരിക്കണം മന്നാനെ അന്യായമായി എന്തെങ്കിലും ഉദ്ദേശം ഞങ്ങൾ
ഞങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിനെ നീ തട്ടി മാറ്റി തരണേ അല്ലാ. പലപ്പോഴവനെ കടം കൊണ്ട് വലഞ്ഞവരായി ഞങ്ങളെ നീ മരിപ്പിക്കില്ല റഹ്മാനെ. കടം വീട്ടാനുള്ള സാമ്പത്തിക ഭദ്രത നൽകണേ അല്ലാ. കടം വീട്ടാനുള്ള സാമ്പത്തിക ഭദ്രത നൽകണേ തമ്പുരാനെ. പടച്ചവനെ എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ മരിക്കാണെങ്കിലും പരിപൂർണ്ണ കലിമ ചൊല്ലി മരിക്കാൻ, സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് പുഞ്ചിരിച്ചു മരിക്കാൻ പാപികളായ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ റഹ്മാനെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ദാരുണമായ മരണങ്ങളിൽ നിന്ന് കാക്കണേ റഹ്മാനെ. പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടുന്ന മരണം ഞങ്ങൾക്ക് നൽകല്ല അല്ലാ. ദാരുണമായ അന്ത്യം നൽകല്ല അല്ലാ. പടച്ചവനെ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, മരണമെന്ന മഹാപ്രതിഭാസത്തെ ഈ സമയമെങ്കിലും ഞങ്ങളുടെ മനസ്സിൽ നൽകണം റഹ്മാനെ. ഈ സമയത്തെങ്കിലും മരണത്തെ ഓർക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, അത് കാരണമായി ഞങ്ങളുടെ ആഖിറം വെളിച്ചമാക്കണം റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളെ ഈ സമയം ഞങ്ങൾ ഓർക്കുകയാണ്. ഞങ്ങളുടെ മാതാപിതാക്കളെ, ഉസ്താദുമാരെ, കൂട്ടുകുടുംബാദികളെ, ബന്ധുമിത്രാദികളെ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെ, ഞങ്ങളുടെ വല്ലിപ്പമാരെ, വല്ലിമ്മമാരെ, ലോകത്തിന്റെ ഏതെങ്കിലും എവിടെയെങ്കിലും ഒരു കോണിൽ വെച്ചിട്ട് ഒരു നിമിഷമെങ്കിലും ഞങ്ങളോട് സമാധാനത്തോടെ പെരുമാറിയവർ ആരെല്ലാം നിന്റെ വിളിക്ക് ഉത്തരം നൽകി മരണത്തിന് കീഴടങ്ങിയോ എല്ലാവരുടെയും പാരത്രിക ജീവിതം ധന്യമാക്കണേ അല്ലാ. ബർസഖിയ ജീവിതം ധന്യമാക്കണേ റഹ്മാനെ. പരലോകം സുഖപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കണേ റഹ്മാനെ. ഖബറിൽ സ്വർഗത്തിന്റെ ആനന്ദം നൽകണേ അല്ലാ. സ്വർഗത്തിന്റെ അനുഭൂതി നൽകണേ അല്ലാ. സ്വർഗത്തിന്റെ പ്രകാശം നൽകണേ അല്ലാ. സ്വർഗത്തിന്റെ വിരിപ്പുകൾ നൽകണേ അല്ലാ. സ്വർഗത്തിന്റെ ഭക്ഷണപാനീയങ്ങൾ അവരുടെ ഖബറിൽ നൽകണേ അല്ലാ. അവരുടെ ഖബറുകളെ നീ ഇരുട്ടറയാക്കല്ല അല്ലാ. അവരുടെ മണ്ഡറകളെ നീ മണിയറകളാക്കണം റഹ്മാനെ. പടച്ചവനെ, അവരുടെ ഖബറിലെ മജ്ലിസുൻ നൂറിൽ ഞങ്ങൾ പങ്കെടുത്തുകൊണ്ടാണ് ദുആ ചെയ്യുന്നത് എന്ന ഒറ്റ കാരണത്താൽ അവരുടെ ഖബറിൽ നീ ഈ മജ്ലിസുൻ നൂറിന്റെ പ്രകാശത്തെ നൽകണേ അല്ലാ. മഹാന്മാരായ ബദരീങ്ങളുടെ പ്രകാശത്തെ നൽകണം തമ്പുരാനെ. അല്ലാഹുവേ, ഈ അടുത്ത് ഞങ്ങളോട് ഇവിടെ പറഞ്ഞ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ അഭിവന്ദനായ നേതാക്കന്മാരെ, അല്ലാഹുവേ, വിശിഷ്യ കോട്ടുമല ബാബു ഉസ്താദ് അടക്കം എല്ലാവരുടെയും പാരത്രിക ജീവിതം ധന്യമാക്കണേ അല്ലാ. മഹാന്മാരുടെ ദറജകളെ വർദ്ധിപ്പിക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളും ആറടി മണ്ണിക്കാട്ടിൽ വന്ന് കിടക്കാനുള്ളവരാണ്. ആ ഒരു ബോധം ഞങ്ങൾക്ക് നൽകണം തമ്പുരാനെ. ഈ സദസ്സിൽ ഇരുന്നു കൊണ്ടെങ്കിലും ഖബറിനെ കുറിച്ച് ചിന്തിക്കാൻ, ഖബറിനെ കുറിച്ച് ഓർത്തുകൊണ്ട് കണ്ണീർ വാർക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങളുടെ ഖബറുകളെയും വിശാലമാക്കണേ അല്ലാ. ഞങ്ങളുടെ ഖബറുകളിലും സ്വർഗത്തിന്റെ ആനന്ദം നൽകണം റഹ്മാനെ. സ്വർഗത്തിന്റെ അനുഭൂതി നൽകണേ അല്ലാ. പടച്ചവനെ, ഇവിടെ ഭക്ഷണപാനീയങ്ങൾ ഒരുക്കിയവരെ, ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് അന്നദാനം നടത്താൻ വേണ്ടി മുന്നോട്ട് വന്നവരെ, ഇതിന്റെ സംഘാടകരെ എല്ലാവർക്കും നീ സ്വർഗത്തിന്റെ ഭക്ഷണപാനീയം നൽകണം തമ്പുരാനെ. പടച്ചവനെ, മനസ്സാ വാചാ കർമ്മണ ഈ പരിപാടിയുമായി ആരെല്ലാം ബന്ധപ്പെട്ടോ, ആരെല്ലാം സഹകരിച്ചോ, സഹായിച്ചോ, എല്ലാവർക്കും ഇരുലോക വിജയം നൽകണേ അല്ലാ. സാമ്പത്തിക സഹായത്തെ സ്വീകരിക്കണം റഹ്മാനെ. അതിന്റെ പ്രതിഫലം 10 മടങ്ങായി അവർക്ക് നൽകണേ അല്ലാ. പടച്ചവനെ, അതിന്റെ പ്രതിഫലം 10 മടങ്ങായി ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ ഖബറിലേക്ക് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളെ ദുനിയാവിൽ എന്തെങ്കിലും തിന്മകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ മഹദായ ഫള് കൊണ്ട് വിട്ടുപുറത്ത് മാഫാക്കി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, അവർ ചെയ്തതായ നന്മകളൊക്കെയും സ്വീകരിക്കണേ അല്ലാ. അതിന്റെ പ്രതിഫലം 10 മടങ്ങായി അവരുടെ ഖബറിൽ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, 2 ദിവസത്തോളം പരിപൂർണമായി പരിപാടിയുമായി സഹകരിച്ചവരെ, സാന്നിധ്യം കൊണ്ടെങ്കിലും ധന്യമാക്കാൻ താല്പര്യം കാണിച്ചവരെ അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ. നിന്നിലേക്ക് കൈകൾ ഉയർത്തുകയല്ലാതെ മറ്റൊരു മാർഗം ഞങ്ങൾക്കില്ല അല്ലാ. അതുകൊണ്ട് ഞങ്ങളുടെ കൈകളെ നീ ഖബൂലിയത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ രോഗങ്ങൾക്ക് ശമനം നൽകണം റഹ്മാനെ. എന്ത് ശാരീരികമായ അസുഖങ്ങളാണെങ്കിലും ശമനം നൽകണേ അല്ലാ. മാരകമായ അസുഖം നൽകല്ല അല്ലാ. കീറി മുറിക്കേണ്ടുന്ന അസുഖം നൽകല്ല അല്ലാ. ഓപ്പറേറ്റ് ചെയ്യേണ്ടുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് നൽകരുത് തമ്പുരാനെ. ഡോക്ടർമാർക്ക് തിരിയാത്ത രോഗം നൽകല്ല അല്ലാ. രഹസ്യ രോഗങ്ങൾ നൽകല്ല അല്ലാ. എബോള നൽകല്ല അല്ലാ. ബ്രെയിൻ ട്യൂമർ നൽകല്ല അല്ലാ.
ക്യാൻസർ നൽകല്ല അല്ലാ, കിഡ്നി രോഗം നൽകല്ല അല്ലാ, വൃക്കരോഗം നൽകല്ല അല്ലാ, മഞ്ഞപ്പിത്തം നൽകല്ല അല്ലാ, അപസ്മാരം നൽകല്ല അല്ലാ. പടച്ചവനെ ആസ്മ പോലോത്ത മാരകമായ അസുഖങ്ങളൊന്നും നൽകല്ല തമ്പുരാനെ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് നൽകിയ രോഗങ്ങളൊക്കെ നീയാണ് രോഗം തന്നവൻ, നീ തന്നെ സുഖപ്പെടുത്തണമല്ലാ. ഷാഫിയായ കാഫിയായ തമ്പുരാനെ, നീ തന്നെ ശമനം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. പടച്ചവനെ, ഈ സദസ്സിൽ ഒരുപാട് ആളുകൾക്ക് കാലിന്റെ മുട്ടിന്റെ വേദനയുണ്ട്, നീ ശമിപ്പിക്കണേ അല്ലാ. കൈവേദനകൾക്ക് ശമനം നൽകണേ അല്ലാ, നെഞ്ചുവേദനക്ക് ശമനം നൽകണേ അല്ലാ, വയറിന്റെ വേദന സുഖപ്പെടുത്തണേ അല്ലാ, തലവേദന സുഖപ്പെടുത്തണം തമ്പുരാനെ, പല്ലിന്റെ വേദനക്ക് ശമനം നൽകണേ അല്ലാ, ചെവി വേദനകൾക്ക് ശമനം നൽകണേ അല്ലാ. പടച്ചവനെ, ശരീരത്തിന്റെ ഏത് അവയവത്തിന്റെ വേദന ബാധിച്ചിട്ടുണ്ടെങ്കിലും അതിനെല്ലാം പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, ശരീരത്തിന്റെ അസുഖങ്ങൾക്കുപരിയാണ് മാനസികമായ പ്രയാസങ്ങള്. ഈ ഇരിക്കുന്ന ഓരോരുത്തർക്കും വ്യത്യസ്തമായ മാനസികമായ പ്രയാസങ്ങളാണ് തമ്പുരാനെ. എല്ലാ പ്രയാസങ്ങളെയും ദൂരീകരിക്കണേ അല്ലാ. എല്ലാവരുടെയും ഹൃദയങ്ങളിലേക്ക് നിന്റെ റഹ്മത്തിന്റെ നോട്ടം നൽകണേ അല്ലാ. നിന്റെ കാരുണ്യത്തിന്റെ നോട്ടം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നൽകണം തമ്പുരാനെ. പിടക്കുന്ന ഹൃദയങ്ങളോട് കൂടെയാണ്, സ്വരങ്ങൾ ഇടറിക്കൊണ്ടാണ് തമ്പുരാനെ നിന്നുടെ മുമ്പിലേക്ക് ഞങ്ങൾ ദുആ സമർപ്പിക്കുന്നത്. പടച്ചവനെ, നീ കേട്ടില്ലെന്ന് നടിക്കണ്ട, നീ കണ്ണില്ലെന്ന് നടിക്കണ്ട തമ്പുരാനെ. ഖാലിഖായ റാസിഖായ അല്ലാ, ഞങ്ങളുടെ ഹൃദയത്തിന്റെ പിടപ്പുകൾ നീ മാറ്റിത്തരണം, ഞങ്ങളുടെ കണ്ണീർ തുള്ളികൾക്ക് നീ പകരം നൽകണം. പടച്ചവനെ, ഞങ്ങൾക്ക് നീ റഹ്മത്ത് നൽകണം, അനുഗ്രഹം നൽകണം. അല്ലാഹുവേ, ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ ഉസ്താദുമാർക്ക് നീ ഖൈർ നൽകണേ റഹ്മാനെ. മാതാപിതാക്കൾക്ക് ഖൈർ നൽകണേ അല്ലാ. പടച്ചവനെ, 10 മാസത്തോളം ഞങ്ങളെ ഗർഭം ചുമന്ന് നൊന്ത് പ്രസവിച്ച ഞങ്ങളുടെ ഉമ്മ, ആ ഉമ്മക്ക് ഖൈർ നൽകണേ അല്ലാ. ആ ഉമ്മക്ക് ഖൈർ നൽകണേ അല്ലാ. ആ ഉമ്മക്ക് ഖൈർ നൽകണേ അല്ലാ. ആ ഉമ്മയുടെ കാൽ കീഴിലുള്ള സ്വർഗം കരഗതമാക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ വാപ്പക്കും ഖൈർ നൽകണം റഹ്മാനെ. ഞങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം നൽകണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളിൽ ഐശ്വര്യം നൽകണം റഹ്മാനെ. സന്താനങ്ങൾക്ക് നാഫിയായ ഇൽമ നൽകണേ അല്ലാ. അവർ എഴുതിക്കൊണ്ടിരിക്കുന്ന എഴുതാൻ പോകുന്ന പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം നൽകണേ തമ്പുരാനെ. പടച്ചവനെ, ഈ സദസ്സിലെ പൊതുപരീക്ഷ നേരിടാൻ പോകുന്ന മക്കളുണ്ട്, SSLC +2 പരീക്ഷ നേരിടാൻ പോകുന്ന മക്കള് ഉന്നത വിജയം നൽകണേ അല്ലാ. ബുദ്ധിപൂർവ്വത നൽകണം തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ തമ്പുരാനെ. അവരെ കൊണ്ട് ഞങ്ങളെ നീ വഷളത്തരത്തിലാക്കല്ല അല്ലാ. ഞങ്ങളെ കൊണ്ട് ഞങ്ങളുടെ മാതാപിതാക്കളെയും വഷളത്തരത്തിലാക്കരുത് തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ ജോലികളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ബിസിനസ്സിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. കച്ചവടത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. വാഹനത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. സമ്പത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. നീ ഞങ്ങൾക്ക് നൽകിയതിലൊക്കെയും നീ ഐശ്വര്യം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രവാസികളെ ഓർക്കാത്തൊരു ദുആ ഞങ്ങൾക്കില്ല, ഞങ്ങളുടെ പ്രവാസികളെ ഓർക്കാത്തൊരു സദസ്സ് ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ പ്രവാസികളുടെ പ്രയാസങ്ങളെ തീർക്കണേ അല്ലാ. പ്രവാസികളുടെ പ്രയാസങ്ങളെ തീർക്കണേ അല്ലാ. പ്രവാസികളുടെ പ്രയാസങ്ങളെ തീർക്കണം റഹ്മാനെ. എന്ത് നിയമങ്ങൾ തടസ്സമാകുന്നുണ്ടെങ്കിലും ആ നിയമ തടസ്സത്തെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഇഖാമ സംബന്ധമായ, വിസ സംബന്ധമായ, ലൈസൻസ് സംബന്ധമായ, കഫാലത്ത് സംബന്ധമായ എന്ത് പ്രശ്നങ്ങളാണെങ്കിലും പ്രവാസികളുടെ പ്രശ്നങ്ങളെ നീ തീർത്തു കൊടുക്കണേ അല്ലാ. അങ്ങ് മണലാരണ്യത്തിൽ സാമ്പത്തിക സ്വരൂപണത്തിന് വേണ്ടി അവർ അധ്വാനിക്കുമ്പോ ആ അധ്വാനത്തിന്റെ ഫലമായുള്ള സാമ്പത്തിക സ്വരൂപണം നിന്റെ ദീനിന് വേണ്ടി ഞങ്ങളുടെ നാടുകളിൽ ചെലവഴിക്കുമ്പോ അതിനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അവരുടെ എല്ലാവിധ പ്രയാസങ്ങളെയും തീർക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ഗർഭിണികളായ സഹോദരിമാർക്ക് സുഖപ്രസവം നൽകണം റഹ്മാനെ. സന്താനങ്ങളില്ലാത്തവർക്ക് സന്താന സൗഭാഗ്യം നൽകണേ അല്ലാ. ആൺകുട്ടികളില്ലാത്തവർക്ക് ആൺകുട്ടികളെ, പെൺകുട്ടികളില്ലാത്തവർക്ക് പെൺകുട്ടികളെ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. പടച്ചവനെ, ദാമ്പത്യ ജീവിതം ആഗ്രഹിക്കുന്ന എത്രയോ യുവതികളുണ്ട്, യുവാക്കളുണ്ട്. ഈ സദസ്സില് അനുയോജ്യമായ ഭാര്യ ഭർത്താക്കന്മാരെ നൽകണേ അല്ലാ. മക്കളെ കെട്ടിക്കാൻ പ്രായമായി ബേജാറിലിരിക്കുന്ന രക്ഷിതാക്കളുണ്ട്. നല്ല രൂപത്തിൽ മക്കളെ കെട്ടിച്ചേക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. വീട് പണി നടത്തുന്നവരുണ്ട്, പൂർത്തീകരിക്കണം റഹ്മാനെ. പലിശയുമായി ബന്ധപ്പെടുന്ന ഇടപാട് ഞങ്ങൾക്ക് വരുത്തല്ലേ അല്ലാ. എന്തെങ്കിലും കാരണവശാൽ ഞങ്ങൾ പലിശയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്ര
എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് ഞങ്ങളെ നീ മുക്തമാക്കണേ റഹ്മാനെ. പടച്ചവനെ, ഈ പരിപാടിയുമായി പല നിലക്ക് സഹായിച്ചവരുണ്ട്, സഹകരിച്ചവരുണ്ട്. എല്ലാവരുടെയും പേര് വിവരങ്ങൾ പറയാൻ ഈ സമയം അശക്തമാണ്, സാഹചര്യം അനുകൂലമല്ല. അല്ലാഹുവേ, എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ നീ സഫലീകരിക്കണേ അല്ലാ. സ്വർണ്ണമോദനം നൽകിയതായ തരുണീമേലിൽ അവർക്ക് നീ ഖൈർ നൽകണേ അല്ലാ. തേൻകുപ്പി ഏറ്റുകൊണ്ടുപോയ മാന്യദേഹങ്ങൾ അവർക്ക് നീ ഉദ്ദേശ സാഫല്യീകരണം നൽകണേ അല്ലാ. പടച്ചവനെ, കസേരയിലേക്ക് സംഭാവന ചോദിച്ചപ്പോ 500 കസേര തികക്കാൻ വേണ്ടി താല്പര്യം കാണിച്ച് 40 കസേരകൾ വരെ ഏറ്റെടുത്ത ആളുകളുണ്ട് അല്ലാ. അല്ലാഹുവേ, ഏതൊക്കെ മജ്‌ലിസുകളിൽ ആ കസേര നിരത്തുന്നുവോ അവിടത്തെയൊക്കെ ബർക്കത്ത് നീ അവർക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഇതിലേക്ക് സാമ്പത്തികമായി, പണമായി, മറ്റു സംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾക്കെല്ലാം നീ ഖൈർ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഇതിന്റെ പ്രതിഫലം നാളെ അർശിന്റെ തണൽ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഇതിനു വേണ്ടി ഓടി നടന്ന ചെറുപ്പക്കാര്, അഭിനന്ദരായ പണ്ഡിതന്മാര്, യുവ സുഹൃത്തുക്കള്, ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികള്, ഇവിടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ച വല്ലവരായ രക്ഷിതാക്കള്, അഭിനന്ദ കാരണവന്മാർ, അതിലേറെ എന്റെ ഉമ്മ പെങ്ങന്മാർ, എല്ലാവരുടെയും നീ ഈ സാന്നിധ്യം സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ ദുആക്ക് നീ ഖബൂലിയത്ത് നൽകണേ അല്ലാ. പടച്ചവനെ, ഒരു ചാൺമുകളിൽ സൂര്യൻ കത്തി ജ്വലിച്ചു നിൽക്കുമ്പോ നഗ്നപാതനായി നഗ്ന ശരീരവുമായി മഹ്ശറ സഭയിൽ ഒരുമിച്ച് കൂടുമ്പോ നിന്റെ അർശിന്റെ തണൽ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. നിന്റെ അർശിന്റെ തണൽ നൽകണേ അല്ലാ. നിന്റെ പ്രവാചകന്റെ കൈകൊണ്ട് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ, ആ പ്രവാചകന്റെ ശഫാഅത്തിൽ ഉൾപ്പെടാൻ, സിറാത്ത് എന്ന പാലം അതിവേഗം വിട്ടുകിടക്കാൻ, മീസാൻ എന്ന തുലാസിൽ നന്മ അധികരിച്ച് കനം തൂങ്ങാൻ, വലതു കൈ കൊണ്ട് ഞങ്ങളുടെ കിതാബിനെ വാങ്ങാൻ, അല്ലാഹുവേ, നരകമോചനത്തിൽ പെടുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ. പടച്ചവനെ, പറഞ്ഞതിലൊക്കെയും ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ. മഹാനായ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ സ്വർഗ്ഗത്തിലേക്ക് ഞങ്ങളെ നീ കടത്തണേ റഹ്മാനെ. പടച്ചവനെ, പരിശുദ്ധ മക്ക ശരീഫിൽ വരാൻ, കഅബ ശരീഫ് കൺകുളിർക്ക കാണാൻ, അതിന്റെ കില്ല പിടിച്ചൊന്ന് കരഞ്ഞ് നിന്നോട് ദുആ ചെയ്യാൻ, ഞങ്ങളുടെ ഹൃദയങ്ങൾക്കൊന്ന് സായൂജ്യമുണ്ടാവാൻ, ആ പരിശുദ്ധ കഅബ ശരീഫ് ഒന്ന് തവാഫ് ചെയ്യാൻ, പരിശുദ്ധ ഹജ്ജും ഉംറയും ചെയ്യാൻ പാപികളായ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. പോയവർക്ക് വീണ്ടും പോവാൻ, പോവാത്തവർക്ക് ഒരിക്കലെങ്കിലും ആ പുണ്യഭൂമിയിൽ എത്തിച്ചേരാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഈ സമയം ആ പരിശുദ്ധ കഅബ ശരീഫ് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നൽകണം റഹ്മാനെ. ഈ സമയം ആ കഅബത്തിന്റെ ചിത്രങ്ങളെങ്കിലും ഞങ്ങൾക്ക് നീ ദർശിപ്പിക്കണേ അല്ലാ. അത് കാരണമായിട്ടെങ്കിലും ആ കഅബ ശരീഫിന്റെ അടുത്തേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ റഹ്മാനെ. പടച്ചവനെ, നിന്റെ പ്രവാചകന്റെ റൗദ ശരീഫിൽ വരാൻ, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാം പറയാൻ, അവിടെ വെച്ചൊന്ന് പൊട്ടിക്കരഞ്ഞ് നിന്നോട് ദുആ ചെയ്യാൻ, ഞങ്ങളുടെ ഹൃദയങ്ങൾക്കൊന്ന് സായൂജ്യമുണ്ടാവാൻ, ആ പരിശുദ്ധ റൗദയിലെ നിനക്കൊന്ന് സാഷ്ടാംഗം നമിക്കാൻ, ഒരു സുജൂദെങ്കിലും ചെയ്യാൻ അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാ. തൗഫീഖ് നൽകണേ അല്ലാ.